श्रीमद्भागवतं पुराणममलं यद्वैष्णवानां प्रियं यस्मिन् पारमहंस्यमेकममलं ज्ञानं परं गीयते तत्र ज्ञानविरागभक्तिसहितं नैष्कर्म्यमाविष्कृतं तच्छृण्वन् विपठन् विचारणपरो भक्त्या विमुच्ये नरः। ഹരി 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 ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു. യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബഹുദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വസ്യാനന്ദപ്രബോധകഃ. ഹരി 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 ഓം തത്സ്. ജയ ഗുരു. ഇനി നമുക്ക് പതിവ് പോലെ 3 തവണ സംയുക്തമായി എല്ലാവരും ചേർന്ന് ഓംകാരം ജപിക്കാൻ. നിങ്ങളെല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. വിഷമിക്കാതെ നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് സങ്കല്പിക്കണം എന്ത്? ഈ സംയുക്ത ധ്വനി ആഗോളമായി പ്രസരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും സൗഭാഗ്യവും അണയ്ക്കട്ടെ എന്ന്. മനസ്സിൻ്റെ ഈ വികസനം, ഈ ആത്മവികസനം വളരെ അത്യാവശ്യമാണ് ഈ തപസ്സിൽ. ഇതാ ഞാൻ ജപിക്കാൻ പോകുന്നു. ഓ ഹരി ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു. എങ്ങനെയാ? നിങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ തയ്യാറ് തന്നെയാണോ?
ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ സ്വാദുസ്വാദു പദേ പദേ സ്വാദുസ്വാദു ദിനേ ദിനേ. ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളിലെ ഓരോ പദവും മധുരമധുരമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും വായനയോ കേൾക്കലോ മനനമോ എന്തോ ആകട്ടെ, അത് കൂടുതൽ കൂടുതൽ മധുരപൂർണമായിരിക്കും. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ഭാഗവതത്തിനൊരു മാറ്റവും ഇല്ല. പറയുന്നതിനും കാര്യമായി മാറ്റമുണ്ടെന്ന് വിചാരിച്ചുകൂടാ. അപ്പം മാറ്റമുണ്ടെങ്കിൽ തന്നെ അത് പ്രേക്ഷകരിലോ ശ്രോതാക്കളിലോ ആണ്. അത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ ആ ഭാഗവതം അർഹിക്കുന്ന ഒരു മനോഭാവം നിങ്ങളിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പരിശ്രമിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ആ ഒരു പോരായ ഒഴിവാക്കി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഈ നൈമിഷാരണ്യം സത്രവേദി സാധാരണ പോലെയല്ല, ഒവായപ്പെട്ടതല്ല, അനന്യമാണത്. വേദേതിഹാസ പുരാണങ്ങളിലെ മർമ്മസ്പൃക്കായ വാക്യങ്ങൾ, സത്യത്തെ പ്രചോദിപ്പിക്കുന്നതും പ്രതിഭാസിപ്പിക്കുന്നതുമായ വിശേഷപ്പെട്ട തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം പല പ്രവക്താക്കളും ചേർന്ന് ഭംഗിയായി അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഞങ്ങളുടെ ഉദ്ദേശം ഇത് കേട്ട് അന്തർജാലത്തിലൂടെ ആണെങ്കിൽ ഇത് കണ്ടും കേട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷാതിരേകമുണ്ടാവണം. ആനന്ദം എന്ന് പറയുന്നത് സമുദ്രത്തിലെ തിരമാല പോലെ നിങ്ങളിൽ അടിക്കണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതങ്ങനെ ചെയ്യും. നൈമിഷാരണ്യത്തിൽ വന്നിരിക്കുന്ന പലരും കാലത്ത് വന്നിരുന്നാൽ വൈകുന്നേരം നാമസങ്കീർത്തന പ്രദക്ഷിണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചേ പോവുള്ളൂ. ആർക്കും വിഷമുണ്ടാവരുത് എന്ന് പറഞ്ഞാണ് അന്നദാനവും കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ജ്ഞാനം പ്രസരിപ്പിക്കുക, പകർന്നു കൊടുക്കുക, മറുഭാഗത്ത് അന്നം ആഹാരത്തിന് കൊടുക്കുക. ഇത് രണ്ടുമായിരുന്നു അവിടെ. ഇത്തവണ നമ്മൾ അന്തർജാലത്തിലൂടെ നടത്തുന്നത് കൊണ്ട് അന്നദാനത്തിൻ്റെ ചോദ്യം വരണില്ല. ബാക്കിയെല്ലാം ഒരേപോലെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഞങ്ങളെ അറിയിപ്പിക്കേണ്ടതാണ്. ഞാൻ ആ 2-3 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചെല്ലാം. എൻ്റെ ഉദ്ദേശം നിങ്ങളെ കേൾപ്പിക്കണം. നിങ്ങൾക്കിത് കേട്ട് അതിൽ താല്പര്യവും രുചിയും സന്തോഷവും ആവേശവും ആഹ്ലാദവും പ്രേരണയും നിർബന്ധവും ഉണ്ടാവണമെന്നാണ്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. എന്താ അതിനർത്ഥം? ശ്രീമദ് ഭാഗവതം നല്ല മനസ്സോടുകൂടി, ആ മനസ്സ് ആ കേൾക്കുന്നതോടുകൂടി ഇണങ്ങണം. ശ്രീമദ് ഭാഗവതത്തിന് നമുക്ക് എന്ത് തരാനുണ്ടോ അത് എനിക്ക് കിട്ടണം. തരാനുള്ളതൊന്നും പുറത്തുള്ള വസ്തുക്കളല്ല, അത് തന്നെ അതിൻ്റെ പാട്ടിൽ വന്നോളും. കിട്ടാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ആ അമൃതരസ അനുഭവമാണ്. അത് വേണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ പരമകല്യാണ രൂപിയായ പരമാത്മാവിനെ, പരമകല്യാണ രൂപിയായ ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം എന്നാണ് പറയുന്നത്. ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് എങ്ങനെ ലഭ്യമായി എന്ന് ചോദിച്ചാൽ ശുകമഹർഷി പരീക്ഷിത്തിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടാണ് ലഭ്യമായത്. പരീക്ഷിത്ത് കേൾക്കണു, ശുകമഹർഷി പറഞ്ഞു കൊടുക്കണു. എഴുതിയതാകട്ടെ ശുകമഹർഷിയുടെ സ്വന്തം അച്ഛനായ വേദവ്യാസ മഹർഷിയുമാണ്. ഇങ്ങനെ 3 ആളാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരിക. അതിൽ ആ ശുകമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത രംഗം വളരെ വിശേഷപ്പെട്ടതാണ്. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാ. പിബത ഭാഗവതം രസമാലയം. എന്താ പറയണത്? ശരീരമുള്ളിടത്തോളം കാലം നിങ്ങളിത് അങ്ങോട്ട് വാരി കുടിച്ചോളൂ.
പിബത എന്നാണ് പറയണത്. സാധാരണ എന്തെങ്കിലും എഴുതിയത് വായിക്കും, അല്ലെങ്കിൽ വായിച്ച് പറയുന്നത് കേൾക്കും. ഇത് രണ്ടേ പറയാറുള്ളൂ. ഇവിടെ ഭാഗവത കർത്താവിനോ അല്ലെങ്കിൽ ഭാഗവതം അവതരിപ്പിക്കുന്നവനോ പറയാനുള്ളത് എന്താ? പിബത എന്നാണ്, കുടിക്കൂന്നാ. ഈ കുടിക്കുന്നത് എന്താ? ദ്രവരൂപത്തിലുള്ള എന്തെങ്കിലുമാണ് നമ്മൾ കുടിക്കുക. ആ നല്ല കുടിക്കുന്നത് എന്താ? മധുരമുള്ള സംഗതികളാണ് കഴിക്കുക. അപ്പൊ ശ്രീമദ് ഭാഗവതം ഒരു മധുരപാനീയമായി തീരുന്നു. നല്ല പ്രേക്ഷകർക്ക്, നല്ല ശ്രോതാക്കൾക്ക് അത് ശുഖമഹർഷിയെപ്പോലെ വേണ്ടതുപോലെ നമ്മളെ പറഞ്ഞു ധരിപ്പിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലും അങ്ങനെയായി. അത് ഇഷ്ടം പോലെ കുടിച്ചോളൂ, ശരീരം ഉള്ളിടത്തോളം കാലം. ഈ ലോകത്തിൽ ജീവിക്കണോ, താപത്രയ പീഡയുണ്ടാവും. അത് നീങ്ങണോ, ശ്രീമദ് ഭാഗവതം വേണം. അതിൽ അവതരിപ്പിക്കുന്നതും പ്രതിപാദിക്കുന്നതുമായ ധർമ്മം അനുഷ്ഠാനമാകണം നിങ്ങൾക്ക്. അപ്പം ഇതൊക്കെ മാറും, ശരിയാവുന്നു. ഈ ശ്രീമദ് ഭാഗവതം എന്താണ് നമ്മെ ഉപദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കണം. അതിനുള്ള മറുപടി 12-ാം സ്കന്ധത്തിൽ, 12 സ്കന്ധമാണല്ലോ ശ്രീമദ് ഭാഗവതത്തിൽ. അതിൽ ആ 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 18-ാം ശ്ലോകമായി പറഞ്ഞിരിക്കുന്നു. ഈ 1, 2, 3 ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കണം. ഇനി 4-മത്തതൊരെണ്ണാണ് ഇനി പറയാൻ പോണത്. അത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിവരണമാണതിൽ. എന്താണ് ശ്രീമദ് ഭാഗവതം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വായ മൂടി പോകരുത്. ധൈര്യമായിട്ട് പറയണം, ഉറപ്പിച്ച് പറയണം, ആസ്വാദന ബലത്തോടുകൂടി പറയണം. എന്ത്? ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. എനിക്ക് ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടിക്കോളാന്ന്, വേറെ ഒന്നും വേണ്ട. ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ, അത് വാക്കുകളല്ല, അക്ഷരങ്ങളല്ല, പദങ്ങളല്ല, പങ്ക്തികളല്ല, വാക്യങ്ങളല്ല. നേരെ മറിച്ച് അത് അമൃത നിഷ്യന്തികളാണ്. അമൃതരസം ഇങ്ങനെ എറ്റെറ്റ് വീണാണിതിൽ. ശ്രീമദ് ഭാഗവതം പുരാണമമലം, പവിത്രമായിട്ടുള്ള പുരാണമാ. പവിത്രം എന്നുള്ള വാക്കിന് 2 അർത്ഥമാണ്. ശുദ്ധമായത് എന്നൊന്ന്, മനുഷ്യനെ പവിത്രമാക്കുന്നത്, ശുദ്ധീകരിക്കുന്നത് എന്ന്. സാധാരണ ഈ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ദർഭപുല്ല് കൊണ്ടൊരു പവിത്രം ഉണ്ടാക്കി ഇവിടെ ഈ വിരലിൽ ധരിക്കും. എന്നിട്ടാണ് അവരെല്ലാം ചെയ്യുക. അപ്പം അവനവനെ ശുദ്ധമാക്കുക എന്നൊരു സമ്പ്രദായമാണ്. നമ്മളെ ശുദ്ധമാക്കാൻ, നമ്മുടെ മനസ്സ് സംശാന്തമാകാൻ, അതിശുദ്ധമാകാൻ, അതിലുള്ള മാലിന്യങ്ങളും മലങ്ങളുമെല്ലാം പോയി നമുക്ക് നൈർമല്യം വരണം. അതിനുള്ള വഴി എന്താ? ശ്രീമദ് ഭാഗവതം പുരാണമമലം. എന്താ അതിന് പുരാണം എന്ന് പറഞ്ഞ്? ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും അതിന് തലേ ദിവസവും ഉണ്ടായതല്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ശ്രീമദ് ഭാഗവതമുണ്ടല്ലോ, ഇതൊരു 1400 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ രചിച്ചതാണെന്ന് ചില പണ്ഡിതന്മാരും ഈ സാഹിത്യങ്ങളെ പരിശോധിച്ച് വിലയിരുത്തുന്നവരുണ്ടല്ലോ. കാർബൺ ഡേറ്റിംഗ് എന്ന് പറയില്ലേ, പല സാധനങ്ങളും കണ്ടുപിടിക്കാൻ പഴക്കം. അതേപോലെ ഈ കാര്യങ്ങൾ, അതിൻ്റെ ഭാഷ, അതിൻ്റെ പദങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം, അതിലെന്തിനൊക്കെയാണ് വർണ്ണന, ഇങ്ങനെ പലതും ഉണ്ട്. സ്ഥലവർണ്ണനയുണ്ട്, ഋതുവർണ്ണനയുണ്ട്, പലതും ഉണ്ട്. അതൊക്കെ നോക്കി അവർ വിലയിരുത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ രചിച്ചതാണെന്നാണ്. അത് ആര് രചിച്ചോ, എവിടെ രചിച്ചോ, എപ്പോൾ രചിച്ചോ, ഞാൻ അതിനെപ്പറ്റി പറയണില്ല. പക്ഷേ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ സംഹിതയുണ്ടല്ലോ, അത് ഈ ഭാഷയല്ലെങ്കിൽ, ഈ ശ്ലോകങ്ങളല്ലെങ്കിൽ അതിൻ്റെ ആ അന്തസ്സത്ത പഴയ കാലം മുതൽക്കുള്ളതാണ്. പുരാണം. വാസ്തവത്തിൽ ന ജായതേ മ്രിയതേ വാ കദാചിത്
നായം ഭൂത്വാ ഭവിതാവാനഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ എന്നിങ്ങനെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ആത്മാവിനെ പറ്റി പറയുന്നു. അജോ നിത്യ ശാശ്വതോയം പുരാണോ. അജനാണ്, ജനിക്കാത്തവനാണ്, ശാശ്വതനാണ്, നിത്യനാണ്, പുരാണനാണ്. പുരാണ ശബ്ദത്തിന് എന്താ അർത്ഥം? എത്രയാതിന് പഴക്കം എന്ന് പറയാൻ പറ്റില്ല. പണ്ടേക്ക് 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 പണ്ടേ മുതൽക്കുള്ളതാണെന്ന്. അപ്പൊ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ ചിന്താഗതി ഉണ്ടല്ലോ, ആ ആശയ സമുച്ചയം, അത് പഴയ കാലം മുതൽക്കുള്ളതാണ്, അമലമാണത്. യദ് വൈഷ്ണവാനാം പ്രിയം. വിഷ്ണുഭക്തന്മാർക്ക് വളരെ വിധിയം കണ്ണുലുണ്ണി പോലെയുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവത പാരമഹംസ്യ സംഹിത. യസ്മിൻ, ഈ ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പാരമഹംസ്യമേകമലം ജ്ഞാനം. പരം, ഒരു മനുഷ്യനെ ഹംസം ഹംസം എന്നിങ്ങനെ പറയും. അരയന്നം. എന്താ അങ്ങനെ പറയാൻ കാരണം? അരയന്നത്തിന് ഒരു വിശേഷപ്പെട്ട ശക്തിയും സ്വഭാവവും ഉണ്ടത്രേ. അത് ആരോടും പരിഭവിക്കാൻ പോലില്ല. ഒരു കുടം പാല് കൊടുക്കുമ്പോൾ ഒരു കുടം പാലാ, പക്ഷെ അതിൽ 1 ലിറ്റർ പാലേ ഉള്ളൂ, ബാക്കിയൊക്കെ വെള്ള. അങ്ങനെ ഒരു കുടം പാല് അരയന്നത്തിൻ്റെ മുൻപിൽ വെച്ചാലും അത് ഒരു പരിഭവം പറയാതെ എന്ത് ചെയ്യും? ആ 1 ലിറ്റർ പാൽ അങ്ങോട്ട് വേർതിരിച്ച് ഉറിഞ്ചി അങ്ങോട്ട് കുടിച്ച് വെള്ളം ബാക്കി വയ്ക്കുന്നതാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ വിവേകം ഉപയോഗിച്ച് പതിരും കഴുമ്പും നമുക്ക് വേറെടുത്തിയെടുക്കാൻ അറിയണം. എന്താണ് പതിര്, എവിടെയാണ് കഴുമ്പ് എന്ന്? ഇത് രണ്ടും കൂടിയതാണ് ലോകം. ഇവിടെ നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും, കൊള്ളാവുന്നതുണ്ട്, കൊള്ളരുതാത്തതുണ്ട്, പൊല്ലാപ്പുണ്ട്, ഒക്കെ ഉണ്ടാവും. ഒരേ കുടുംബത്തിൽ ജനിച്ച എല്ലാവരും ഒരു സ്വഭാവക്കാരില്ല. ചിലർ അല്പം നുണയൊക്കെ പറയും, ചില ക്രൂരതയൊക്കെ ഉണ്ടാവും, പിന്നെ ചിലർക്കോ അതൊന്നും പറ്റില്ല. അപ്പം അവർ മുതിരുമ്പോൾ 2 ആളും വേർതിരിഞ്ഞ് 2 തരത്തിലായിരിക്കും. ഇപ്പോൾ വിഭീഷണനും കുംഭകർണനും രാവണനും ഉണ്ടായിരുന്നു. രാവണൻ മാരീചനെ പറഞ്ഞയച്ച് തകരാറൊക്കെ ആയി അവസാനം എന്ത് ചെയ്തു? സീതയെ അപഹരിക്കാൻ സ്വയം പോയി, അവസാനം അപഹരിച്ചു കൊണ്ടുവന്നു. വിഭീഷണൻ പറഞ്ഞത് എന്താ? ഇത് ശരിയല്ല ജ്യേഷ്ഠ ചെയ്തത്. ഏറ്റവും നല്ലത് ഈ സീതയെ മടക്കി കൊണ്ടു കൊടുത്ത് നമസ്കരിച്ച് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് അഭയം പ്രാപിക്കൂ, അതാണ് നല്ലത്. നീ എൻ്റെ അനിയനായിട്ടില്ല ഇങ്ങനെ സംസാരിക്കണോ, പോടാ എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞയച്ചു. എന്താ ഇപ്പോൾ ഇവർക്ക് വ്യത്യാസം? ഈ രാവണനും വിഭീഷണനും സഹോദരന്മാരല്ലേ. കുംഭകർണനോ ജ്യേഷ്ഠൻ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാം എന്നൊരാൾ. ഒക്കെ സഹോദരന്മാരാ, ഒരമ്മിഞ്ഞ കുടിച്ചു വളർന്നവരാ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരേ കുടുംബത്തിൽ പോലും ഭിന്നപ്രകൃതികൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഈ വിശാലമായ നരസമാജത്തിൽ എത്രത്തോളം വിഭിന്ന പ്രകൃതികൾ ഉണ്ടായിക്കൂടാ? നല്ല പോലെ ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു വേണം? അവർ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് അവരോട് വഴക്കടിക്കാനോ ഉന്മൂലനത്തിനോ ഒന്നും പുറപ്പെടേണ്ടാവുന്നത് നമ്മുടെ ജോലിയല്ല. നമുക്ക് പറ്റാവുന്ന ആൾക്കാരോട് കൂടി പെരുമാറി വേണ്ടതുപോലെ കഴിഞ്ഞുകൂടുക. ഒരാളെ ശത്രുവാണെന്ന് പോലും വിചാരിക്കരുത്. അതാണ് അജാതശത്രുത്വം എന്ന് പറഞ്ഞാൽ. മനസ്സിൽ ശത്രുവാണെന്നൊരു തോന്നലേ ഉണ്ടാവരുത് ആരെക്കുറിച്ച്. ആ ആൾ വിചാരിച്ചോട്ടെ നമ്മളോട് ശത്രുത, നമുക്ക് അവരോട് ശത്രുത ഉണ്ടാവരുത്. നിങ്ങളുടെ ആരെയും വീടും കവാടങ്ങളും തുറന്നു കൊടുത്ത് അവരെ ക്ഷണിക്കണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ശത്രു എന്നൊരു സ്ഥാനം ഉണ്ടാവുകയരുത്. ആ ആൾക്ക് നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാൻ തോന്നണോ ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കണു എന്നുള്ള മനോഭാവമാവണം നമുക്ക്. യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയതേ. ഇതിൽ അമലമായിട്ടുള്ള ഒരു ജ്ഞാനം, അമലം, പാരമഹംസ്യം. ഈ പാരമഹംസ്യം എന്നുള്ള വാക്കിന് അർത്ഥം പറയുകയാണ് ഞാൻ. എന്താ അത്? മനുഷ്യനെ ഹംസമായിട്ടാണ് പറയുക. അരയന്നം പോലെയുള്ള വിവേകം ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ വശങ്ങളെക്കുറിച്ചും നമുക്കുണ്ടാകണം. ലോകവസ്തുക്കൾ നശ്വരമാണ്. നശ്വരമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ അധിഷ്ഠാനം മാത്രമാണ്. ആ അധിഷ്ഠാനമാണ് നമുക്ക് വേണ്ടത്. ഈ നശ്വര പ്രകടനമല്ല എന്ന് വിചാരിച്ച് നശ്വര വസ്തുക്കളെ അകറ്റി നിർത്തി അവയുടെ അധിഷ്ഠാനമായ ശാശ്വതത്തെ തേടിക്കൊണ്ട് ജീവിക്കുക, ഇതാണ് ആവശ്യം. അത് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യൻ ഹംസന്മായി. ആ ഹംസം തൻ്റെ പ്രവൃത്തിയിൽ പരിപൂർണമായി വിജയിച്ച്
ആ ലക്ഷ്യം എപ്പോൾ നേടുന്നുവോ അത് ഈ ജീവിതത്തിൽ തന്നെ നേടാനുള്ളതാണ്. അങ്ങനെ വന്നാൽ ആ ആള് പരമഹംസനായി. ആ പരമഹംസൻ ചിന്തിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രതിപാദിപ്പിക്കുന്നതും ജനങ്ങൾ ഉൾക്കൊള്ളണം എന്ന് അഭിലഷിക്കുന്നതും അതിന് പ്രേരണയും ഉത്സാഹവും ഉത്തേജനവും നൽകുന്നതും അതാണ് ഈ പരമഹംസന്മാരുടെ സ്വഭാവവും പ്രവൃത്തിയും. അങ്ങനെ ഒരു പരമഹംസനാണ് ഈ വ്യാസദേവൻ. ഇരട്ട പരമഹംസനാണ് ശുഗമഹർഷി, ഞാൻ പറഞ്ഞുവല്ലോ. ആ പരമഹംസന്മാർക്ക് അർത്ഥമാകുന്നതും അവർ പ്രതിപാദിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഗ്രഹിക്കാവുന്നതുമായ വിശേഷപ്പെട്ട ഹംസമായ മനുഷ്യനെ പരമഹംസമാക്കി തീർക്കുന്ന ഈ പാരമഹംസ്യ സംഹിതയാണ് ഇത്. ഈ പാരമഹംസ്യം എന്ന് പറയുന്നത് എന്താ? അത് സ്വർണം പോലെ ഒരു വസ്തുവാണോ? അതോ വൈകുണ്ഠമോ കൈലാസമോ പോലെ ഒരു സ്ഥലമോ? അതൊന്നും അല്ല. അല്ല, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പിന്നെ എന്താ? പാരമഹംസ്യമേകമമലം ജ്ഞാനം. ജ്ഞാനം ഇത് ഞാൻ എത്ര തവണ പറയണം? ഒരു 10,000 തവണ പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലോ. ആ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് സാക്ഷാത്കരിച്ച് തന്മയീഭാവം നേടി തൻ്റെ ഉള്ളിൽ രക്തസഞ്ചാരം പോലെ സംസ്കാര ഭാവ സന്ദേശമായി പ്രസരണമായി നിലനിൽക്കണം. അതാണ് ആവശ്യം. പാരമഹംസ്യമേകമമലം ജ്ഞാനം. അവിടെ പാരമഹംസ്യവും ഏകവും അമലവുമായിരിക്കുന്ന ജ്ഞാനം, മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ജ്ഞാനം പരം ഗീയതേ. ഈ ജ്ഞാനം സാധാരണ ജ്ഞാനമല്ല. സാധാരണ നിങ്ങൾ സ്കൂളിലും കോളേജിലും റിസർച്ച് സെൻറ്റേഴ്സിലും എല്ലാം പഠിക്കുന്ന അറിവുണ്ടല്ലോ, ജ്ഞാനം, അത് അപരമാണ്. ഒന്ന് കേൾപ്പിക്കണത് എങ്ങനെയാ അവരെ? ഒന്ന് മനസ്സിലാക്കിനപ്പ കൂട്ടരെ. നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടോ? സയൻസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക് സയൻസ്, ന്യൂക്ലിയർ സയൻസ്, സ്പേഷ്യൽ സയൻസ്, എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അക്കാഡമിക് പ്രോഡക്ട്സ് ആയിട്ട്, അത് മുഴുവനും അപരജ്ഞാനമാണ്. അതൊക്കെ വിഷയസംബന്ധമായ ജ്ഞാനമാണ്. എന്താ ഈ വിഷയസംബന്ധം എന്ന് പറഞ്ഞാൽ? 2 വാക്കുകളുണ്ട്, നിങ്ങളത് നല്ല പോലെ മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നാം കാണുന്നത്, നമ്മൾ കാണപ്പെടുന്നത് എന്തോ അതാണ് ഓബ്ജക്റ്റ്. കാണുന്ന നമ്മളാണ് സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്, അക്കാഡമിക്സിൽ പഠിക്കുന്നത് മുഴുവനും വിഷയജ്ഞാനമാണ്, ഓബ്ജക്റ്റ് നോളേജ്. എന്നാൽ അതല്ലാതെ ഒരു സബ്ജക്റ്റ് നോളേജ് ഉണ്ട്. അതെവിടെയാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ഈ ലോകത്തിനെല്ലാം കൂടി ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അത് എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ഞാൻ പറയാറുണ്ട്, ഈ ലോകം ഈസ് ആൻ അൺബൗണ്ടഡ് സ്ഫിയർ. ഇതിൻ്റെ സെൻറ്റർ എല്ലായിടത്തുമുണ്ട്, സർക്കിൾ ഒരു സ്ഥലത്തുമില്ല. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സ്ഫിയറാണത്, സബ്ജക്റ്റാണത്. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനോ സമീപിക്കാനോ പറ്റുന്നതല്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഗ്രഹിക്കാനായി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് ശ്രീമദ് ഭാഗവതം കേൾക്കൂ 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 എന്ന് പറയുന്നത്. അടിമുടി പ്രതിപാദിച്ചിരിക്കുന്നത് വിഷയജ്ഞാനമാണ്. ഇവിടെ വിഷയജ്ഞാനമല്ല. വിഷയം എന്നുള്ളത് പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ അക്ഷരമാല മുഴുവനും, പദങ്ങൾ മുഴുവനും. ആ പദങ്ങളെ വെച്ചുകൊണ്ട് ഈ വിഷയം ഒന്നുമല്ലാത്ത വിഷയി, വിഷയത്തെ ഗ്രഹിക്കുന്ന വിഷയി, അവരവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഞാൻ എന്ന പ്രത്യയത്തിൻ്റെ നിദാനമായിരിക്കുന്ന ആ പ്രകാശം, അതിനെ ഗ്രഹിപ്പിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അതിവിടെ പാടിയിരിക്കുകയാണ്. എന്താ ഈ പാടിയത്? ശ്രീമദ് ഭാഗവതം മുഴുവൻ ഏതാണ്ട് 90% ശ്ലോകമാണല്ലോ. ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ശോകം ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് ശ്ലോകം. പരീക്ഷത്തിന് 7-ാം ദിവസമാണ് തക്ഷകൻ വരാൻ പോകുന്നത്. 1-ാം ദിവസം മുതൽക്ക് തന്നെ അദ്ദേഹം ശ്രീമദ് ഭാഗവതം കേട്ടു തുടങ്ങി. ആ കേൾക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടായത്? ശ്ലോകരൂപത്തിലുള്ള ആ അവതരണം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലുള്ള ദുഃഖവും സംശയവും വിഷമവും ഒക്കെ പോയി ആനന്ദരസം ആസ്വദിക്കാൻ തുടങ്ങി. പരീക്ഷത്തിന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കേണ്ട ആവശ്യമില്ല. മലമൂത്ര വിസർജനം ചോദ്യം വരണില്ല. ആഹാരമില്ല, വെള്ളം കുടിക്കുന്നില്ല, ശ്വാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾക്ക് പിന്നെ പ്രകൃതിയുടെ ആഹ്വാനമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അവിടെ അങ്ങോട്ട് ഇരുന്നു കൊടുത്തു. ശുഗത മഹർഷി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു.
ആ പറയലും കേൾക്കലും പറയലും ചോദ്യങ്ങളും ഉത്തരവും ആയിട്ട് ഒരു സംവാദ രൂപത്തിൽ അതങ്ങോട്ട് തുടർന്നു. ഇതിലേറെ വിശേഷമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ ഭാരതം. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളെ പെറ്റു വളർത്തി ഉണ്ടാക്കുന്ന ഫ്ലാറ്റും വീടും കോട്ടേജും ഒന്നും അല്ല ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ ഈ സമ്പത്ത്, ഈ നിധി, അമൂല്യമായിരിക്കുന്ന ഈ വിഷയജ്ഞാനം, അതാണ് ഇവിടുത്തെ പ്രഭാവം, അതാണ് ഇവിടുത്തെ മഹത്വം, അതാണ് ഇവിടുത്തെ നേട്ടം, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നാം ഉൾക്കൊള്ളാൻ ഇഷ്ടപ്പെടുന്നത്, ആസ്വദിക്കാൻ, ആനന്ദിക്കാൻ, ആറാടാൻ, തുള്ളിച്ചാടാൻ, ഒരു നൂല് ബന്ധം പോലുമില്ലാതെ ലോകത്തിൽ നടക്കണമെങ്കിൽ നടക്കാൻ. അതാണ് ശുഗമഹർഷി ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ആനന്ദാനുഭവം കൊണ്ട് അങ്ങോട്ട് നിറയ്ക്കുക. ആ പരമജ്ഞാനത്തെയാണ് ജ്ഞാനം പരം ഗീയതേ. ഈ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ഈ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ 3 കൂട്ടം കാര്യങ്ങൾ വേണം, ഘടകങ്ങൾ. ഒന്ന് ഭക്തി, രണ്ടാമത് വിരക്തി, മൂന്നാമത് ഭഗവത് പ്രബോധം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ശ്രീമദ് ഭാഗവതം അടിമുടി നമുക്ക് വിളമ്പിത്തരുന്നത് എന്താ? ഒരു ഭാഗത്ത് ഭക്തി. എന്താണ് ഈ ഭക്തി? എന്താ ഈ ഭക്തി? എല്ലാവരും പറയും ഭക്തി, ഞാൻ ഭക്തൻ ഇങ്ങനെ പറയും. എന്താ ഈ ഭക്തി പറയും? ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന ഒരു ഭാവസമ്പന്നതയാണ് ഭക്തി. നമ്മുടെ ഹൃദയമാണ് അതിന് ഉറവിടം. പുറമെ ഒരു സ്ഥലവുമല്ല, ഭഗവാനുമല്ല. ഭഗവാനോട് നമുക്ക് തോന്നുന്നതാണ് ഭക്തി. ഭഗവാന് നമ്മളോട് തോന്നുന്നത് ഭക്തിയല്ല, അത് വേറെയാണ്, വാത്സല്യമാണ് ഉണ്ടെങ്കിൽ തന്നെ. ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു ഭാവസമ്പന്നതയാണ്. അത് ആർക്കുണ്ടാവും, എപ്പോഴുണ്ടാവും, എവിടെയുണ്ടാവും? ഈ ലോകത്തിൽ എത്ര കാലം നിങ്ങൾ ജീവിച്ചാലും, കല്യാണം കഴിച്ച് കുട്ടികളും കുടുംബവും കുടുംബാംഗങ്ങളുമായി എത്ര ബഹുശതം വർഷങ്ങൾ ജീവിച്ചാലും നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വസ്തുക്കളെ നോക്കി എത്രയെല്ലാം വർണ്ണിച്ചാലും വിവരിച്ചാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉണ്ടാവണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒരു സാന്നിധ്യത്തെയോ പ്രഭാവത്തെയോ കുറിച്ച് ചിന്തിക്കണം. ലോകചിന്ത ഭക്തിയിൽ കലാശിക്കില്ല. ലോകത്തിന് അതീതമായിട്ട് എന്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് ഈശ്വരൻ, അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവത് ചിന്തയുണ്ടോ അവിടെ ഭക്തിയുണ്ട്. ലോകചിന്തയുണ്ടോ അവിടെ ഭുക്തിയേ ഉള്ളൂ, ഭക്തിയില്ല. ഭോഗമുണ്ടാവും, യോഗമുണ്ടാവില്ല. അപ്പം ഭക്തി വേണമെങ്കിൽ എന്തു വേണം? ഈ ലോകത്തിനോട് വിരാഗം നമ്മുടെ മനസ്സിൽ തോന്നണം. അപ്പം ഭക്തിയുടെ സഹവർത്തിയാണ് വിരാഗം. വിരാഗമില്ലാതെ ഭക്തിയില്ല. ഭക്തി ഉണ്ടെങ്കിൽ വിരാഗം വരാതെ കഴിയില്ല. ഭഗവാനെ നിങ്ങൾ അകൈതവുമായി സ്നേഹിച്ച് ആരാധിച്ചു തുടങ്ങും. ആ അകൈതവത്വം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ലോകത്തോട് വിരാഗം തോന്നുകയായി. എങ്ങനെ വരണു എന്ന് ചോദിക്കണ്ട, ഉണ്ടായി അനുഭവപ്പെടും നിങ്ങൾക്ക്. അപ്പൊ ഭക്തി ഒരു ഭാഗത്ത്, വിരക്തി വേറെ ഒരു ഭാഗത്ത്. പിന്നെയോ ഭഗവത് പ്രബോധ, ഭഗവാൻ, ഈശ്വരൻ. ലോകം നമുക്കറിയാം, ദേഹം നമുക്കറിയാം. ഈ ലോകവും ദേഹവും അല്ലാത്ത ഒരു പൊരുളിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലോ ഭക്തിക്കും എല്ലാറ്റിനും ആധാരം ഈ ഭഗവാനാണേനും. എങ്ങനത്തെ ഭഗവാൻ? അദൃശ്യ ഭഗവാൻ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ ഒരു വസ്തുവിനെ നമുക്ക് കാണാനോ ചിന്തിക്കാനോ പറ്റൂല. അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ട് അവിടെ. നമുക്ക് ഭക്തിയുണ്ട് ഒരളവ് വരെ. ഭഗവാൻ എന്ന് വിചാരിച്ച് സങ്കല്പിച്ച് നാം വളരെയധികം സ്നേഹിക്കാനും ആദരിക്കാനും നോക്കുന്നു, ശരി. പക്ഷേ അതൊരു സങ്കല്പവും ഒരു ഭാവവും ഭാവനയും മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അത് വിട്ട എന്നാണ് അതൊരു സാക്ഷാത്കാരം, ഒരു സാക്ഷാത്തായ ഭാവം എന്നാ വരിക എന്ന് വന്നു തുടങ്ങും. ഭഗവത് പ്രബോധ, ഇന്നതാണ് ഭഗവാൻ എന്ന് മനസ്സിലായി തുടങ്ങും. എന്താ ഈ ഭഗവാൻ? ഞാൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. ആ ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണ് ഭഗവാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? സൂതനോട് ചോദിച്ചു, മുൻപിലുള്ള ഒരു സദസ്സ്. ആ സദസ്സ് എങ്ങനത്തതായിരുന്നു? ബ്രാഹ്മണര്, പണ്ഡിതന്മാര്, തപസ്വികൾ, ബാക്കി ഗൃഹസ്ഥന്മാരും എല്ലാവരും കൂടിയുള്ള ഒരു സദസ്സിൽ സൂതൻ പറയാൻ പുറപ്പെടുക. അപ്പൊ ഈ സൂതൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരളവ് പറയാം, നമ്മുടെ നാട്ടിൽ ചാക്യാന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടവർ. ആ ചാക്യാന്മാരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് പറയുന്നത്, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സംസാരിക്കരുത് എന്നാണ്. പിന്നെ എന്തു വേണം? എല്ലാവരും സംസാരിക്കണത് കേട്ടോളൂ, ഒരൊറ്റ വാക്ക് മിണ്ടരുതെന്ന്. അപ്പൊ പുറത്തു പോകുന്നത് മുഴുവൻ കാണാനും കേൾക്കാനും, കാണാനും കേൾക്കാനും, ആ കണ്ടതും കേട്ടതും ഗ്രഹിക്കാനും ഓർമ്മ വയ്ക്കാനും. അപ്പോൾ ലോകത്തിൽ എന്ത് നടക്കണു, ആരെന്ത് പറയണു, എന്താണ് പ്രതികരണം ഉണ്ടായത്, ജനങ്ങളുടെ സ്വഭാവം എന്ത്, പെരുമാറ്റം എന്ത്, വ്യവഹാരം എന്ത്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താ, ഇതൊക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ച് മേടയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സദസ്സിനെ അഭിമുഖീകരിച്ച് അവരെ എങ്ങോട്ട് നയിക്കണമോ അങ്ങോട്ട് നയിച്ചു കൊണ്ടുപോകാൻ. അതാണ് ഈ ചാക്യാന്മാർക്കുള്ള വിശേഷം. അവർ ജന്മനാ ബ്രാഹ്മണരാണ്, നല്ല തപസ്സുണ്ട്, നല്ലപോലെ അറിവുമുണ്ട്, വേദം, ഇതിഹാസം, പുരാണം ഇതെല്ലാം നല്ലോണം വായിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് എന്തു വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനറിയാം. സ്വയം അച്ഛന്മാരിൽ നിന്ന്, അവരവരെ പിതാക്കന്മാരിൽ നിന്ന് അവർ കേട്ടിട്ടുണ്ടാവും, പിന്നെ അവരും വായിച്ച് പഠിക്കും. അപ്പോൾ അവർക്ക് എന്തു വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ സൂതനെ അവർ പറയുകയാണ് സൂതനോട്, മഹാശയ, അങ്ങ് വേദേതിഹാസ പുരാണങ്ങളെല്ലാം വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഇത് അനവധിയാണ്, എത്രയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം വായിച്ച് ഗ്രഹിച്ചു, ഞങ്ങൾക്കിത് വായിക്കാനൊന്നും പറ്റില്ല. എല്ലാം കൂടി ഈ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഇതിഹാസ പുരാണങ്ങളിലും എല്ലാം പ്രതിപാദിച്ചിട്ടുള്ള സത്യം എന്താണെന്നൊന്ന് ചുരുക്കി പറയാമോ എന്ന്. സൂതന് വലിയ സന്തോഷമായി. ആരാ അങ്ങനെ ചോദിക്കുക? അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാരും ചോദിക്കില്ല. അവർ ചിലപ്പോൾ പറയുമായിരിക്കാം, അങ്ങിങ്ങനെ എപ്പോൾ നോക്കിയാലും ശാസ്ത്രം വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പരിഭവം വരെ പറയാം. ചോദിച്ചപ്പോൾ വലിയ സന്തോഷമായി. ഒരറിവുള്ളവന് ആരെങ്കിലും തൻ്റെ അടുത്ത് വന്ന് അറിവ് ചോദിച്ചാൽ പശുക്കളുടെ അകിട് വീർത്ത് കുട്ടി ഇങ്ങനെ മുട്ടി കുടിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഉണ്ടാവുക അറിവാളിക്ക്. അപ്പം ഈ ചോദ്യം വലിയ ഇഷ്ടമായി. ഉടനെ മറുപടി പറഞ്ഞു, വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയതേ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയതേ. നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഇതിന് മറുപടി ഞാനായിട്ട് പറയുന്നില്ല, നമ്മുടെ രാജ്യത്തിലുള്ള തത്വവേത്താക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുൻപേ. അതാണ് എനിക്ക് പ്രമാണം, അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. വദന്തി തത്വവിദഃ, തത്വവേത്താക്കൾ പറയുന്നു, തത്വം യജ്ഞാനമദ്വയം, എല്ലാം കൂടിയിട്ടുള്ള അന്തസ്സാരം എന്താന്നാ ചോദിക്കണേ. അതിന് മറുപടി തത്വം യജ്ഞാനമദ്വയം, അന്തിമമായ തത്വം, പരമതത്വം. ആ തത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. ഇറ്റ് ഈസ് നോട്ട് മാറ്റർ നോർ എനർജി. വസ്തുക്കൾ എത്ര തരാം? ഖരവസ്തു ഭൂമി, ദ്രവവസ്തു വെള്ളം, വാതരൂപത്തിലുള്ളത് വായു. ഇത് 3 തരത്തിലാണ് വസ്തുക്കൾ. ഇനി അഗ്നി എന്ന് പറയുന്നത് 4ാമത്തെ ഭൂതം പഞ്ചഭൂതങ്ങളിൽ. അത് എനർജിയാണ്, അത് ഊർജമാണ്. ഇതൊന്നുമല്ലാത്തതാണ് ആകാശം. ഇതുപോലെയാണോ ഈ പരമതത്വം എന്ന് ചോദിച്ചാൽ പരമവസ്തു അല്ല, അത് തത്വമാണ്. തത്വം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനും ബുദ്ധിക്കും മാത്രം വിഷയമാകുന്നത്. മനസ്സിന് മനസ്സിലാക്കാൻ പറ്റും, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും, പക്ഷെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ എന്താണോ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വിഷയമാകുന്നത് അതാണ് തത്വം. ഒരു ഉദാഹരണം എടുക്കൂ, ശൂന്യം എന്ന് പറയണു. എന്താണ് ഈ ശൂന്യം? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മളല്ലേ പറയണത് ശൂന്യം എന്ന്, നാം കൊടുത്ത പേരല്ലേ. അതുമാതിരി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു, അനന്തം. എന്താണ് ഈ അനന്തം എന്ന് പറഞ്ഞാൽ? 1 അറിയാം, 2 അറിയാം, 10 ലക്ഷം കോടി അറിയാം, ഒക്കെ അറിയാം. അവിടുന്ന് അങ്ങോട്ടുള്ള സംഖ്യകളും നമുക്കുണ്ട്. പക്ഷെ ഇൻഫിനിറ്റി എന്നങ്ങോട്ട് പറഞ്ഞാൽ അത് മനസ്സിന് മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ, ബുദ്ധിക്ക് മാത്രമേ അത് അർത്ഥമാവുള്ളൂ. വസ്തുക്കളൊക്കെ ഇന്ദ്രിയങ്ങളുടെ മുന്നിൽ പ്രസരിക്കുന്നതും പ്രകടമാകുന്നതുമാണ്. ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ പ്രകടമാകുന്ന വസ്തുക്കളെ വച്ച് ആലോചിച്ചു നോക്കി ഊഹാപോഹത്തിലൂടെ അനുമാനത്തിലൂടെ എത്തിച്ചേരുന്നതാണ് ബാക്കി പലതും. നമുക്കൊരു മനസ്സുണ്ട്, ഒന്ന് കാണിച്ചു തരടോ മനസ്സ്. മനസ്സെവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ.
അതെന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. ചിന്തിച്ച ചിന്തയൊക്കെ എവിടെ പോയി അറിയില്ല. ഏതെങ്കിലും ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. എത്രയായി ചിന്തിക്കണു? ലക്ഷോപലക്ഷം കോടാനുകോടി. ഇത്ര അധികം രചിക്കാനായിട്ടുള്ള ഒരു സാധനം മനസ്സ്, അതെന്താ? നിങ്ങൾ തന്നെ പറയും. അങ്ങനെ ഒന്നും ഇല്ലേ? ഉണ്ട്. നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഉവ്വ്. എന്നാ കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അതാണ് തത്വം എന്ന് പറയുന്നത്. വദന്തി തത്വവിദ തത്വം യജ്ഞാനമദ്വയം. ആ തത്വത്തെ എങ്ങനെ വിശേഷിപ്പിക്കും? അദ്വയജ്ഞാനം എന്നിങ്ങനെ വിശേഷിപ്പിക്കും. അദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് വേർതിരിക്കാൻ പറ്റാത്തതായ ജ്ഞാനവിശേഷം. രണ്ട് എന്ന് വേർതിരിക്കാൻ പറ്റരുത്, അങ്ങനെയുള്ളതാ. എപ്പോഴാണോ നമ്മുടെ അറിവിപ്പോൾ അനവധിയും ദ്വയവുമൊക്കെ ആയിട്ടിരിക്കുന്നതാ. അപ്പം അനവധി എന്നിങ്ങനെ നാം ചൂണ്ടിക്കാണിക്കുന്ന അറിവ് ആ അനേകത്വം എന്നുള്ളത് ഇല്ലാതെയായി ഒന്ന് മാത്രമായി തീരുന്നത് എപ്പോഴോ അപ്പോഴാണ് ഈ അദ്വയജ്ഞാനം എന്ന് പറയുന്നത്. വദന്തി തത്വവിദ തത്വം യജ്ഞാനമദ്വയം. കൂട്ടരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? So what is the ultimate reality and source of the entire creation, the visible world? The world consists of matter and energy. But the source of matter and energy is neither matter nor energy. ഈ ലോകം പാഞ്ചഭൗതികമാണ്. പഞ്ചഭൂതങ്ങളെല്ലാം കൂടി എവിടുന്ന് ഉണ്ടായി ചോദിച്ചാൽ, നിങ്ങൾ ആറാമത്തെ ഒരു ഭൂതത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം ആറാമത്തെ ഭൂതം എവിടുന്ന് ഉണ്ടായി എന്നാണ്. അപ്പോൾ ഈ ഭൂതങ്ങൾ ഇനിയൊന്നിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവസാനമാവില്ല. അപ്പം നമുക്ക് അന്തമില്ലാത്തൊരു ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദോഷത്തിലാണ് ചെന്നുവിടുക. അപ്പം ഈ ലോകം എവിടുന്നുണ്ടായി എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കിട്ടണം. ആ മറുപടി എങ്ങനെയാണ് കിട്ടുക? ഇങ്ങനെയാണ് കിട്ടുക. അന്തിമ തത്വം ഒരു ജ്ഞാനമാണ്. ആ ജ്ഞാനവും അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ്. ആ അദ്വയ ജ്ഞാനമാണ് പരമതത്വം. ആ പരമതത്വത്തെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അതിനെയാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി, അന്തിമ തത്വം അല്ലെങ്കിൽ സത്യം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വസ്തു, അന്തിമ വസ്തു എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മം എന്നിങ്ങനെ ചിത്രീകരിക്കുന്നത്. അതിനെയാണ് ആത്മാ, ഞാൻ എന്ന പ്രത്യയത്തിന് വിഷയമായി ഗോചരമായിട്ടുള്ള ആത്മാവായി ചിത്രീകരിക്കുന്നത്. അതിനെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണില്ലേ ഭഗവാൻ ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത്? ആദ്യം തന്നെ പറയണതാ സൂതൻ. വദന്തി തത്വവിദ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ഇത് സൂതൻ പറയണതല്ല, ഇങ്ങനെയാണ് അറിവുള്ളവർ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ ഇതുവരെ പ്രസ്താവിച്ച് വരണത്. ആര് തുടങ്ങി പ്രസ്താവിക്കാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം പഴക്കമുള്ളതാണ്. പരം ഗീയതേ തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. ഈ ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? ഈ ശ്രീമദ് ഭാഗവതം കേട്ട് ഗ്രഹിച്ച് സാക്ഷാത്കരിച്ച് അവസാനം ഒരു മനുഷ്യൻ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ നൈഷ്കർമ്മ്യം സിദ്ധിക്കും. ഇത് നിങ്ങൾക്ക് മറ്റന്നാൾ ഉണ്ടാവാൻ പോകണമെന്ന് വിചാരിക്കരുത്. ഞാനും വിചാരിക്കില്ല, നിങ്ങളും വിചാരിക്കില്ല, ഉണ്ടാവുമരുത്. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ ശരീരം ഒഴില്ലേ, അതുപോലെ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, കിട്ടേണ്ടതൊക്കെ കിട്ടി, കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത്, ഇനി ഒന്നും കിട്ടാനും കൊടുക്കാനുമില്ല, ഞാൻ ആപ്തകാമനായി, പൂർണ്ണസമ്പന്നനായി, എനിക്കിനി ഒന്നും വേണ്ട. ശ്രീകൃഷ്ണൻ പ്രഭാസ തീർത്ഥത്തിൽ തന്ന വിഷ്ണുകുലത്തിലുള്ളവരെല്ലാവരും മധുര കഴിച്ച് തമ്മിൽ തല്ലി തുടങ്ങിയപ്പോൾ നിർത്താൻ വേണ്ടി ചെന്നു. അതിലിടപെട്ട് നിർത്താൻ പോയപ്പോൾ കൃഷ്ണനെയും പ്രഹരിച്ചു അവർ. അപ്പോൾ തൻ്റെ കൂട്ടർ തന്നെ പ്രഹരിച്ചു എന്നങ്ങോട്ട് കണ്ടപ്പോൾ കൃഷ്ണന് തോന്നി, ഇനി ഇവിടെ ഒരു മിനിറ്റ് നിൽക്കരുത്, അവരെന്നെ അടിച്ച് മരിച്ചു പൊക്കോട്ടെ, അതാണ് പ്രകൃതിയുടെ ഉദ്ദേശം എന്ന് വിചാരിച്ച് അവിടുന്ന് പോയി ആ മരത്തിൽ ചാഞ്ഞങ്ങോട്ട് ഇരുന്നു.
അതാണ് നൈഷ്കർമ്മ്യം. ആ ഇരുന്ന ഇരിപ്പിലാണ് വേടൻ കാല് കണ്ട് അമ്പെയ്തത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം അങ്ങനെയാണ്. അതുവരെ ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണൻ കർമ്മനിരതനായിരുന്ന ആള് അവസാനം തോന്നി ഇനി വേണ്ടാന്ന്, ഒറ്റ പോക്ക കഴിഞ്ഞു. ശ്രീരാമൻ എന്ത് ചെയ്തു? കാലഭൈരവൻ വന്ന് പറഞ്ഞു, മഹാപ്രഭോ മഹാപ്രഭോ, അങ്ങ് ഈ ലോകത്തിൽ ജനിച്ചു, പലതും ചെയ്തു, ത്യജിച്ചു, ത്യാഗം കാണിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു, ഇനിയും എത്ര കാലം ഇരിക്കണം? പോരെ, സമയം വന്നില്ലേ? ഉടനെ ശ്രീരാമൻ എന്ത് ചെയ്തു? ഈ സംസാരം കഴിഞ്ഞതും സരയൂ നദിയിലാ പോയി, ഒറ്റ പോകാ പോയി. അതിനു മുമ്പ് ലക്ഷ്മണനെയും പറഞ്ഞയച്ചു. എൻ്റെ കൂട്ടരെ, മഹാത്മാക്കൾക്കൊക്കെ ചെയ്യാനുള്ളത് ഇതാ. താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 1/2 മിനിറ്റ് ഇവിടെ താമസിക്കണം എന്നില്ല. അതുവരെ നമുക്ക് മനസ്സിന് മുഷിപ്പ് തോന്നരുത്, വൈരാഗ്യമുണ്ടാകരുത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത, ഈ ഇഷ്ടക്കേട് പാടില്ല. ആധ്യാത്മികമായിരിക്കുന്ന സമ്പന്നത, വൈരാഗ്യം എപ്പോഴും വേണം, അതോടുകൂടി വേണം ജീവിക്കാൻ. അപ്പൊ നൈഷ്കർമ്യമാവിഷ്കൃതം, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, കൊടുക്കാനുമില്ല, ഞാൻ ആപ്തകാമനാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ വിരമിക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ സർവകർമ്മങ്ങളോടും വിട പറയാൻ സാധിക്കത്തക്ക ഒരാപ്തകാമത്വം ഉണ്ടാവുന്നതാണ് നൈഷ്കർമ്മ്യം. ആ നൈഷ്കർമ്മ്യം ഇതിലെ വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. പരീക്ഷിത്തിനെ പറ്റി പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ കൂടുതൽ പറയാം. ഈ പരീക്ഷിത്ത് മഹാരാജാവ് നായാടാൻ പോയി. അവിടുന്നാണല്ലോ ഇത് മുഴുവൻ ഉണ്ടായത്. ആ നായാടാൻ പോയപ്പോൾ എന്തായിരുന്നു പരീക്ഷത്തിൻ്റെ മനസ്സിലുള്ള ആ ഉത്സാഹവും തീവ്രതയും? അയ്യപ്പോ, പുലിയാണെങ്കിൽ പുലി, മാനാണെങ്കിൽ മാന്, എന്തിനെയൊക്കെ കണ്ടാലും ഓടിച്ചാടി അവിടെ ഇവിടെ ചെന്ന് അമ്പെയ്ത് ടപ്പ് മറിക്കണം. അത്രയ്ക്ക് തീവ്രമായ കർമ്മനിരതനായിരുന്നു. ആ ആൾക്ക് അബദ്ധം പറ്റി. എന്താ ചെയ്ത? പിന്നെ സിംഹാസനത്തിൽ ഇരുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട എന്ന് പറഞ്ഞങ്ങോട്ട് ഇരുന്നില്ലേ. എന്നിട്ട് 7-ാം ദിവസം തക്ഷകൻ വരുന്നതിന് മുൻപ് ലോകത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിഞ്ഞ് തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അമർന്ന് ലയിച്ച് അന്തരാത്മാവുമായി ചേർന്നു പോയി. നൈഷ്കർമ്മ്യം. അതാണ് ശ്രീമദ് ഭാഗവതം. നൈഷ്കർമ്യമാവിഷ്കൃതം. ആ നൈഷ്കർമ്മ്യം ഉണ്ടാവാനായിട്ട് എന്തു വേണം? യത്തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം, ജ്ഞാനവിരാഗഭക്തിസഹിതം. അതിലുള്ള ജ്ഞാനം ഗ്രഹിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ ജ്ഞാനാണ്. ആ ജ്ഞാനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വിരാഗം ഉണ്ടാവണം. സ്വതവേ നമ്മളെ പിടിച്ചു വലിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളുമാണ്. ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടുപോയി വിഷയങ്ങളിൽ, വസ്തുക്കളിൽ പൊക്കൂന്ന് പിടിച്ചമർത്താനാണ്. ഇന്ദ്രിയങ്ങളുടെ തൊഴിൽ തന്നെ അതാ, അവയുടെ ജന്മം തന്നെ അതിനാണ്. ആ വലയിൽപ്പെടാതെ മിതമായി ഇന്ദ്രിയങ്ങളെ പ്രയോഗിച്ച് മിതാഹാരം, മിതവിഹാരം എല്ലാം വേണ്ടതുപോലെ നടത്തി സമ്പന്നനായി ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ യസ്മിൻ ജ്ഞാനവിരാഗഭക്തി സഹിതം, ഒരു ഭാഗത്ത് അധ്യാത്മമായിട്ടുള്ള അറിവ് മുഴുവനും, എന്താണ് ഈശ്വരൻ, എന്താണ് ആത്മാവ്, എന്താണ് ധർമ്മം, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, അതെങ്ങനെ നേടാം, എൻ്റെ വയസ്സിനും എൻ്റെ ഭാവത്തിനും എല്ലാം ചേർന്നത് എന്താ ഏതാ എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കി വിരാഗഭക്തി സഹിതം, ജ്ഞാനവിരാഗഭക്തി സഹിതം. 3 കൂട്ടമാണ് ഇവിടെ. ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധം. അതാണ് ജ്ഞാനം. നൈഷ്കർമ്യമാവിഷ്കൃതം. ഈ നൈഷ്കർമ്മ്യം അവതരിപ്പിക്കുന്നതിൽ ഭക്തി എന്താണ്, ജ്ഞാനം എന്താണ്, വിരാഗം എന്താണെന്ന് ആവർത്തിച്ച് പറയുന്നു. ശ്രീമദ് ഭാഗവതം പറയാണ്, ഇതിൽ ഭക്തിയും വിരക്തിയും പ്രബോധവും ഉണ്ട്. ഭഗവത് പ്രബോധം ഏതുപോലെ? വിശക്കുന്നവൻ ഊണ് കഴിക്കുന്ന സമയത്ത് ഓരോ ഉരുള വായിലിട്ട് ചവച്ചിറക്കുമ്പോഴും 3 വിധത്തിലുള്ള അനുഭവം ഉണ്ടാവും. തുഷ്ടിഹി, പുഷ്ടിഹി,
ക്ഷുതപായോനുഘാസം. നല്ല രസമുള്ള ആഹാരം ഇങ്ങനെ കയ്യിലെടുത്ത് വായിലിട്ട് ഇങ്ങനെ നുണയുമ്പോൾ കണ്ണടയ്ക്കാനാ തോന്നുക, അത്ര രസം. അത് കണ്ണടച്ച് ഒന്നും സംസാരിക്കാതെ കാണാതെ കേൾക്കാതെ അങ്ങനെ കഴിക്കണം എന്നാ. അപ്പോൾ രസം. തുഷ്ടിഹി പുഷ്ടിഹി, ശരീരത്തിന് പോഷണം. ക്ഷുതപായ, വിശപ്പ് മാറുന്നു. ഇത് മൂന്നും ഓരോ ഉരുളയ്ക്കും സംവദിക്കുന്നു, ഏകത്ര, ഒരുമിച്ച്, ഒരേ സമയം. അതേപോലെ ഈ ശ്രീമദ് ഭാഗവതം തത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. ജ്ഞാനഭക്തി വിരാഗസഹിതം നൈഷ്കർമ്മ്യമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതെന്തു വേണം? നിങ്ങൾ ഉടനെ എടുത്ത് വായിക്കാൻ പുറപ്പെടണ്ട. വായിക്കുന്നവരെ അടുത്ത് ചെന്ന് കേട്ടാൽ മതി. തച്ഛൃണ്വൻ, ആദ്യമായിട്ട് കേൾക്കൂ. ഒരു 5 or 10 തവണ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറേശ്ശെ ഒന്ന് വായിക്കാമോ എന്ന് സംശയം തോന്നുക. തച്ഛൃണ്വൻ വിപഠൻ, പിന്നെ കയ്യിൽ പുസ്തകമെടുത്ത് സ്വയം വായിക്കാൻ തുടങ്ങാം. വിചാരണപരോ, ഈ വാക്ക് ഞാൻ എത്ര തവണ പറയണം? വിചാരണപരോ. അവിടെ കണ്ണും വരണില്ല, കയ്യും വരണില്ല, പുസ്തകവും വരണില്ല. വിചാരണപരോ, വായിച്ചതിനെയും കേട്ടതിനെയും കുറിച്ച് ആലോചിക്കുക, 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 തത്വവിചാരം ചെയ്യുക. ഇപ്പൊ പറഞ്ഞില്ലേ എന്ത്? അദ്വൈതജ്ഞാനമാണ്, തത്വമാണ്, പരമാത്മ, ഭഗവാൻ, പരമേശ്വരൻ, പരബ്രഹ്മം. ഇതൊരു പ്രസ്താവനയല്ലേ? അതിൽ നമുക്ക് കിട്ടുന്നത് ജ്ഞാനമല്ലേ? അപ്പൊ വാസ്തവത്തിൽ ഭഗവാൻ ഒരു വസ്തുവല്ല, ജ്ഞാനമാണ് അല്ലേ? എന്ത് ജ്ഞാനം? അദ്വൈതജ്ഞാനം. ആ അദ്വൈതജ്ഞാനത്തിനെയാണ് ആത്മാ, ബ്രഹ്മം, പരമേശ്വരൻ, ഭഗവാൻ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ പ്രസ്താവന നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ ആഴ്ചകൾ ആലോചിക്കാനുണ്ടാവും. അങ്ങനെ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ, ഭക്തിയോടുകൂടി, ഭക്തിപൂർവം, വിമുച്യേന്നരഃ, ഏത് മനുഷ്യനായാലും ശരി അവന് മോചനം, മുക്തി, വിരാമം ഉണ്ടാവും, സ്വാതന്ത്ര്യമുണ്ടാവും. ഇത് അവസാനം പറഞ്ഞ ശ്ലോക. ഇത്രയും ഞാൻ പറഞ്ഞത് എന്താ? ഇതിൻ്റെ തുടക്കവും പറഞ്ഞു, അവസാനവും പറഞ്ഞു. എന്തിനു വേണ്ടി? നിങ്ങളെല്ലാവരും ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ സംഹിതയിൽ എന്താണ് പ്രതിപാദ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. അറിവുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം ഒരു പരീക്ഷയാണത്രേ. 18,000 ശ്ലോകങ്ങളിൽ 1,00,000-ലേറെ പദങ്ങൾ കാണും. ആ പദങ്ങളെയൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി ഗ്രഹിച്ച് അതിലുള്ള അർത്ഥം, ആശയം, ലക്ഷ്യം, മാർഗം, സാക്ഷാത്കാരം, ഇതൊക്കെ മനസ്സിലാവണം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. പരമമായ ജ്ഞാനമാണിതിൽ പാടുന്നതപ്പാ. തത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേൻ നരഃ. ഇതാണ് ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവതം നമുക്കെങ്ങനെ കിട്ടി? ഇതാദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഇതിൻ്റെ ഗ്രന്ഥകാരൻ? വ്യാസദേവനാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ. അത് രചിച്ചത് ആരോ ആയിക്കോട്ടെ, നമുക്ക് പറയാം വ്യാസദേവനാണെന്ന്. അതറിയാൻ നല്ലതാണ്. ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൻ്റെ രചയിതാവ് ആരെന്ന് അറിയുന്നത് അത്യാവശ്യമാണല്ലോ ആ നിലയ്ക്ക്. പക്ഷേ നമുക്ക് രചയിതാവോ ബാക്കിയൊന്നോ അല്ല പ്രസക്തം. നമുക്ക് പ്രസക്തം ആ ഗ്രന്ഥവും അതുവഴി നാം പിന്തുടരേണ്ട അനുഷ്ഠാനവും ആ അനുഷ്ഠാനത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ ലക്ഷ്യവും സാക്ഷാത്കാരവുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വിഷയം. ഞാൻ പറയും, ശ്രീമദ് ഭാഗവതം മരണത്തെ കീഴടക്കിയ മഹാസ്ത്രമാണെന്ന്. എന്ത്? മരണത്തെ കീഴടക്കിയ മഹാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെ തന്നെയാണ്, അക്ഷരം പ്രതി അങ്ങനെയാണ്. എന്താ സ്വാമിജി അങ്ങനെ പറയണേ? അങ്ങനെ പറയും. അതാണ് ശ്രീമദ് ഭാഗവതം.
ആരാ ഈ ശ്രീമദ് ഭാഗവതം ആദ്യമായിട്ട് പറഞ്ഞത്? ശുകമഹർഷി. ആരോടാ പറഞ്ഞത്? പരീക്ഷിത്ത് മഹാരാജാവോട്. പരീക്ഷിത്ത് മഹാരാജാവോട് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഉണ്ടായത് എന്താ? എന്താ അവിടെ സംഭവിച്ചു പരീക്ഷത്തിന്? അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്ന ആളല്ലേ. ആ രാജ്യഭരണം ഒക്കെ വിട്ട് ശ്രീമദ് ഭാഗവതം കേൾക്കാനായി ബാക്കിയൊക്കെ വിട്ടങ്ങോട്ട് വന്നിരിക്കുക. സാധാരണ ഒരു രാജാവ് അങ്ങനെ ചെയ്യോ? നമ്മുടെ ഇടയിൽ ചില രാജാക്കന്മാരെല്ലാം രാജഭരണത്തിൽ കുറേ വിഷമങ്ങളും പ്രത്യേകിച്ചും ശിക്ഷിക്കുക, ജനങ്ങളെ കണ്ടമാനം ശിക്ഷിക്കേണ്ടി വരും. അപ്പോളേ കളവും ചതിയൊക്കെ ഒതുങ്ങി ജനങ്ങൾ പെരുമാറുള്ളൂ. ഈ മൂരാച്ചികളുണ്ടല്ലോ, അവർ പെട്ടെന്നൊന്നും അവരുടെ സ്വഭാവം മാറ്റില്ല. പക്ഷെ അവർ പേടിക്ക് വിധേയരാ. അപ്പോൾ പല വിധത്തിലും ശിക്ഷിക്കുമ്പോൾ ചില ശിക്ഷകളൊക്കെ അസ്ഥാനത്തിലും ഗൗരവം കൂടിയതുമൊക്കെ ആവും. അതിനെക്കുറിച്ച് ആലോചിച്ച് പലർക്കും മനസ്സിന് വിഷമം വന്ന് സിംഹാസനവും രാജ്യഭരണവും വിട്ട് കുട്ടികളിൽ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോയവരുണ്ട്. ഇതിപ്പോൾ അതല്ല. സിംഹാസനം വിട്ട് ഭാഗീരഥി തീരത്തിൽ ദർഭ വിരിച്ച് അവിടെ ഇരുന്ന പരീക്ഷത്തിനോടാണ് പറഞ്ഞത്. അതെന്താപ്പം അത്? എന്താ ഉണ്ടായേ? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന് ഞാൻ പറയാൻ കാരണം പരീക്ഷത്തിന് 7-ാം ദിവസം മരണമാണ്. ആ മരണം സംഭവിക്കുന്നതിന് മുൻപ് പരീക്ഷിത്ത് അമരനായി എന്ന്. തക്ഷകൻ വരുന്നതിന് മുൻപ് പരീക്ഷിത്ത് അവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ജഡം അവിടെയുണ്ട്, പരീക്ഷിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തക്ഷകൻ വന്നത് കാണാനോ കടിച്ചത് അനുഭവിക്കാനോ കടിത്തീയിൽ നിന്ന് ഉയർന്ന തീയിൽ ദേഹം ഭസ്മമായതോ ഒന്നും പരീക്ഷിത്ത് കണ്ടിട്ടില്ല. അപ്പം ഈ 6-7 ദിവസത്തിനുള്ളിൽ ആസന്നമായിരിക്കുന്ന മരണത്തെ കീഴടക്കാൻ ഈ ശ്രീമദ് ഭാഗവതത്തിന് സാധിച്ചുവെങ്കിൽ അതിനെന്ത് പറയണം? മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന് തന്നെ പറയണം. പരീക്ഷത്തിന് എന്താ അങ്ങനെ ഒന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, രാജാക്കന്മാരെപ്പോഴും നായാടാൻ പോവാറുണ്ട്. അവർക്ക് നായാട്ട് ഒരു വിനോദമാണ്. ചിലപ്പോൾ അനുയായികളെയും കൂട്ടി ഗംഭീരമായിട്ട് പോവും, കാടിളക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ വേണ്ടി വന്നാൽ മൃഗങ്ങളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൃഗങ്ങളെ കിട്ടാൻ എന്ത് വേണം? കാടിളക്കേണ്ടി വരും. ഇളക്കാനുള്ള സന്നാഹങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് നായാട്ടിന് പോവുക. അങ്ങനെ പരീക്ഷിത്തും നായാട്ടിന് പോയി. മുമ്പും പോവാറുണ്ട്. ഒരു ദിവസം പോയി. അങ്ങനെ പോയി വല്ലാതെ ക്ഷീണിച്ച് പോയന്ന് ദാഹിച്ചു, വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കാൻ എന്താ വഴി? എന്താ ഈ രാജാവ് വെള്ളം കൊണ്ടുപോകാത്തതെന്നൊരു ചോദ്യം ചോദിച്ചാൽ പരീക്ഷിത്തില്ലല്ലോ നമുക്ക് മറുപടി പറഞ്ഞു തരാൻ. അത് കാട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അരുവികളൊക്കെ ഉണ്ടാവും, ചോലകൾ ഉണ്ടാവും, എവിടെ വേണമെങ്കിൽ പോയി വെള്ളം കുടിക്കാം. പക്ഷേ അദ്ദേഹം അന്ന് ചെന്ന സ്ഥലത്ത് ഒരു പക്ഷേ വെള്ളമുള്ള സ്ഥലം അടുത്തുണ്ടാവില്ല. എന്നാലോ നോക്കുമ്പോൾ ഒരു കുടീരമുണ്ട്. കുടീരം എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും തപസ്വികൾ താമസിക്കുന്ന സ്ഥലമാണ്. ചുരുങ്ങിയത് ഒരു തപസ്വി ഉണ്ടാവും, അല്ലെങ്കിൽ തപസ്വിയും തപസ്വിയുടെ ശിഷ്യനോ മകനോ ഉണ്ടാവാൻ വിരോധമില്ല. അപ്പോൾ വളരെ ആശയോടുകൂടി പ്രത്യാശയോടുകൂടി ആ കുടീരത്തിൽ ചെന്നു. എന്താ വിചാരം? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മിക്കവാറും കുടീരവാസിക്ക് അറിയാം ഞാൻ മഹാരാജാവാണെന്ന്. അദ്ദേഹം വേഗം എഴുന്നേറ്റ് എന്നെ സത്കരിച്ച് എനിക്ക് വെള്ളം തരും എന്ന് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ കണ്ടത് വേറെയാ. അവിടെയുള്ള തപസ്വി, ആ കുടീരവാസി കണ്ണടച്ച ചിന്മുദ്രയോട് കൂടി ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുന്ന ആൾ വാസ്തവത്തിൽ ധ്യാനത്തിൽ ലീനചിത്തനല്ലെങ്കിൽ മഹാരാജാവ് കടന്നു വന്നത് അറിഞ്ഞു കാണും. പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല. പരീക്ഷത്തിന് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ. ഒരു ഭാഗത്ത് ദാഹം, കഠിനദാഹം. ദാഹം വയറും ദേഹവും ജനിപ്പിക്കുന്നതാണ്. വയറ് രചിച്ച ദാഹം, ആ ദാഹം മനസ്സിനെ കീഴടക്കി. നിരാശനായി. ഒരു രാജാവ് ഒരു സ്ഥലത്ത് ചെന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായി വെള്ളം കുടിക്കേണ്ടി വരില്ല. ചെല്ലുമ്പോഴേക്ക് ആരെങ്കിലും സത്കാര രൂപത്തിൽ വെള്ളമോ ബാക്കിയുള്ള സാധനങ്ങളോ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും. അതവിടെ ഉണ്ടായില്ല. അപ്പം ദാഹം നല്ല ഉജ്ജ്വലമായിരുന്നു. ആ ദാഹത്തിൽപ്പെട്ട് വരഞ്ഞ് പരീക്ഷത്തിന് സ്വബുദ്ധി തെറ്റി.
ഞാൻ എപ്പോഴും പറയും ആനയ്ക്കും അടിതെറ്റുമെന്ന്. ഈ പരീക്ഷിത്ത് ആരായിരുന്നു, എങ്ങനെയായിരുന്നു? അഭിമന്യുവിൻ്റെ പുത്രൻ. ഗർഭത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ചത് മഹാവിഷ്ണുവാണ്, സുദർശന ചക്രവുമായി. ആ സുദർശന ചക്രത്തിൻ്റെയും മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൻ്റെയും കാന്തി ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ട് ഗർഭകോശത്തിൽ വളർന്നിട്ടുള്ള കുട്ടിയാ. എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആ വിഷ്ണു തേജസ് പ്രസവിച്ചപ്പോൾ ഇല്ലാതെയായി. അപ്പം എവിടെയാണ് ഈ ഗർഭകോശത്തിൽ മുഴുവൻ ഞാൻ ഇത്ര നാളുമായി കണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുന്ന ആ പരീക്ഷണമാണ് അത്ര അദ്ദേഹത്തിന് പരീക്ഷിത്ത് എന്ന് പേരിട്ടത്. ആ പരീക്ഷത്തിന് അടിതെറ്റി. ദാഹം അദ്ദേഹത്തെ കോപിഷ്ഠനാക്കി. ഇടം വലം നോക്കാതെ, കാര്യവും കാരണവും ചിന്തിക്കാതെ അദ്ദേഹത്തിന് നിരാശ വന്നതിൻ്റെ പേരിൽ കോപം തുള്ളി. ഞാനിവിടെ വന്നു, വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചു, തരാൻ ആരുമില്ല, ഉള്ളവൻ ഇതാ കണ്ണടച്ചിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ശരിയായ ഒരു ഇരിപ്പാണോ അതോ ഇത് അഭിനയമോ എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിണയാം. മനസ്സാണ് ഇവിടെ കാര്യം. ആ മനസ്സ് മനുഷ്യനെ കീഴ്താളം മറിക്കുന്നവനാ, കീഴ്താളം മറിക്കുക. ഏഷ കിം നിഭൃതാശേഷ കരണോ മീലിതേക്ഷണ മൃഷാ സമാധിരാഹോസ്വിത് കിം നു സ്യാത് ക്ഷത്രബന്ധുഭി. നമ്മുടെ ശ്രീമദ് ഭാഗവതത്തില് എന്തിനേയും വിവരിക്കാൻ അവർക്ക് വാക്കുകളുണ്ട്, ഒരു ലോപവും ഇല്ല. ഏഷ കിം നിഭൃതാശേഷകരണോ മീലിതേക്ഷണ മൃഷാ സമാധിരാഹോസ്വിത് കിം നു സ്യാത് ക്ഷത്രബന്ധുഭി. തപസ്വിത കണ്ണടച്ചിരിക്കുന്നുണ്ടല്ലോ, ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഭാവം. അദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ ഇത് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ഇരിക്കുന്ന മീലിതേക്ഷണ. സാധാരണ ധ്യാനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും ഇന്ദ്രിയ പദാർത്ഥങ്ങളിൽ നിന്ന് പിൻവലിക്കുക. കണ്ണടയ്ക്കും, ചെവി അടയ്ക്കാൻ പറ്റില്ല, പിന്നെ ഒന്നിനെ അടയ്ക്കുകയും വേണ്ട. കണ്ണിനെ അടച്ച് ഉള്ളിൽ മാത്രമായി ഇരിക്കുക. അപ്പോൾ ഉള്ളിൽ ഇരിക്കുന്നതിൽ ശരിയായി ഇരുന്നാൽ ഒരു ലയം, ഒരു ആത്മലയം വരും. അതിൽ ആത്മലീനത. ആ ആത്മലീനത കിട്ടാനാണ് ഈ ധ്യാനിക്കുന്നത്. ആ ലീനതയ്ക്കാണ് സമാധി എന്ന് പറയുക. അപ്പോൾ എല്ലാ കരണങ്ങളെയും അടക്കി കണ്ണടച്ചിരിക്കുന്ന ഒരു ശരിയായ ഇരിപ്പാണോ അതോ മൃഷാ സമാധിരാഹോസ്വിത്, ഇതൊരു അഭിനയം മാത്രമാണോ? എന്താണാവോ? കിം നു സ്യാത് ക്ഷത്രബന്ധുഭി. ഈ ക്ഷത്രബന്ധുക്കളുണ്ടല്ലോ, ദ്വിജബന്ധുക്കളെ പോലെ ക്ഷത്രബന്ധുക്കൾ, അവരെ കൊണ്ട് എന്താ അവരെ പറ്റി ഇത്ര പറയാനുള്ളത്? അവർ നായാടാൻ വന്നു, നായാടി ക്ഷീണിച്ചു, അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കുടിച്ചുകൂട്ടെ. രാജാക്കന്മാരല്ലേ, ടാങ്ക് കണക്കിന് വെള്ളം കൊണ്ടുവരാമല്ലോ. എന്തിനാ ഈ കുടീരത്തിൽ വരണത്? നമ്മൾ കഷ്ടപ്പെട്ട് ഉഴക്ക് വെള്ളമോ ഉരി വെള്ളമോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, അത് കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണോ? ഇങ്ങനെയുള്ള ഒരു വെറുപ്പും വിദ്വേഷവും അലംഭാവമാണോ അതോ ശരിക്കുള്ള ഒരു ആത്മലീനതയോ എന്നിങ്ങനെ ആലോചിക്കാൻ തോന്നിപ്പോയി. ആർക്ക്? പരീക്ഷിത്ത് മഹാരാജാവിന്. സാധാരണ ഈ രാജാക്കന്മാർക്കുള്ള ഒരു വിശേഷം എന്താണെന്നറിയോ നിങ്ങൾക്ക്? രാജബുദ്ധി. രാജാക്കന്മാരുടെ ബുദ്ധി രാജബുദ്ധിയാണ്. സാധാരണ ഒരാളെ പോലെ ചിന്തിച്ചാൽ രാജാവാവില്ല. ആ രാജാവ് എപ്പോഴും രാജകീയമായി ചിന്തിക്കണം. ആ രാജബുദ്ധി ഇല്ല എന്ന് വന്നാൽ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം ഇപ്പം ചെയ്തത് ഒരു മഹാരാജാവിൻ്റെ രാജബുദ്ധിയോട് കൂടിയല്ല. കുടീരത്തിൽ പോയി നിരാശ വന്നു, ദേഷ്യം വന്നു. ആ ദേഷ്യത്തോടു കൂടി പുറത്തു വന്നു. വിചാരം എന്തായിരുന്നു? ഈ ഇരിപ്പ് വാസ്തവത്തിൽ ആത്മലീനതയോ അതോ ഇത് കാട്ടിക്കൂട്ടലോ എന്ന്. ആ വിചാരവും കൊണ്ട് ദേഷ്യവും പോകുന്ന നിരാശയും എല്ലാം ഉണ്ടല്ലോ. ഇനി ഇതിലേറെ എന്തു വേണം? പുറത്തു ചെന്നപ്പോൾ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നു ഒരു ചത്ത പാമ്പിനെ. ചത്ത പാമ്പ് അവിടെ കിടന്നിരുന്നു, മുമ്പും പിന്നെയും കിടക്കും. പക്ഷേ പരീക്ഷത്തിൻ്റെ ദേഷ്യവും കോപവും വെറുപ്പും എല്ലാം കൂടി നോക്കിയപ്പോൾ അത് വില്ലിൻ്റെ തുമ്പിലെടുത്ത് ഇങ്ങോട്ട് മടങ്ങിപ്പോന്ന്
അപ്പോഴും മഹർഷി അവിടെ ഇരിക്കുക തന്നെയാണ്. ആയിക്കോട്ടെ, എൻ്റെ വക സംഭാവന ആവട്ടെ. അത് കഴുത്തിൽ മാലയായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പോയി. ഞാൻ പലപ്പോഴും ആലോചിക്കും, ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഒരു പ്രവൃത്തി? അതാ പറഞ്ഞേ, ആനയ്ക്കും അടിതെറ്റുന്നു, മഹാരാജാവിന് അടിതെറ്റി. എത്രയോ ആരാധ്യ അനവധി അശ്വമേധ യാഗങ്ങൾ കഴിച്ചിട്ടുള്ള മഹാരാജാവ് അദ്ദേഹത്തിനൊരു കുടീരത്തിൽ ചെന്നിട്ടാണ് ഈ അബദ്ധം പിടഞ്ഞത്. എന്നിട്ട് പരീക്ഷിത്ത് പോയി. ആ പാമ്പിൻ്റെ ജഡം അവിടെ ഇട്ടതോടുകൂടി കഴിഞ്ഞല്ലോ, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, പ്രതികാരമായി അവിടുന്ന് പോയി. ഈ വർത്തമാനം പരന്നു അവിടെ കുടീരത്തിൻ്റെ 4 ഭാഗത്തും. ശമീക മഹർഷിയുടെ മകൻ ശൃംഗി കുട്ടികളോട് കൂടി കളിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ അടുത്ത് ഈ വിവരം ആരോ ചെന്ന് പറഞ്ഞു. ആ കുട്ടിക്കിത് കേട്ടതും, എൻ്റെ അച്ഛൻ പരീക്ഷത്തിന് സംശയമുണ്ടാവാം, ഇത് കാട്ടിക്കൂട്ടലാണോ അതോ ശരിക്കുള്ള ആത്മലീനതയോ എന്ന്. മകനറിയാലോ, അച്ഛനിങ്ങനെ ധാരാളം മണിക്കൂർ നേരം ധ്യാനിക്കാറുണ്ട്, ഒരു തരത്തിലും മിണ്ടൂല്ല. ഞാൻ തന്നെ അത് കണ്ടാൽ അതനുസരിച്ച് പെരുമാറാറാ പതിവുള്ളത്. അപ്പോൾ എനിക്ക് അച്ഛനെ പറ്റി ഒരു സംശയവും ഇല്ല, വിഷമവും ഇല്ല. പരീക്ഷിത്ത് മഹാരാജാവിന് ഇത്രയധികം കോപം വന്ന് ഒരു ചെത്ത പാമ്പിനെ ധ്യാനലീനനായിരിക്കുന്ന ഒരു മഹർഷിയുടെ കഴുത്തിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഇതിലേറെ മഹാപാപമോ ക്രൂരതയോ നിന്ദ്യമോ ആയിട്ടുള്ള പ്രവൃത്തി ഉണ്ടോ? പ്രത്യേകിച്ചും ഒരു മഹാരാജാവിന് ചെയ്യാൻ, വിശേഷിച്ചും. ആ കുട്ടിക്ക് കഠിനമായ ദേഷ്യം വന്നു. മുതിർന്ന മഹാരാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കോപം വരാമെങ്കിൽ ആ കൊച്ചു കുട്ടിയുടെ മനസ്സിൽ എത്രയധികം ക്ഷോഭം വരാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ക്ഷോഭത്തിൽപ്പെട്ട ആ കുട്ടി നേരെ നദിയിലേക്ക് ഇറങ്ങി, കയ്യിൽ വെള്ളമെടുത്തിട്ട് ഒരൊറ്റ ശാപ. ആരാണോ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചെത്ത പാമ്പിനെ കൊണ്ടിട്ടത്, അവൻ ജീവിച്ചിരിക്കുന്ന സർപ്പത്തിൻ്റെ കടിയേറ്റ് 7-ാം ദിവസം മരിക്കട്ടെ. ആ കടിത്തീയിൽ നിന്ന് നിർഗളിക്കുന്ന വിഷാഗ്നിയിൽ അവൻ്റെ ശരീരം വെന്തു വെണ്ണീറാവണം, ഭൂ എന്ന് പറഞ്ഞിട്ട് ജപിച്ച് ആ വെള്ളം. ഈ ക്ഷത്രിയന്മാർക്ക് എപ്പോഴും ഉള്ളതാണ് അഹങ്കാരം, ഗർവ്, പ്രൗഢം. ക്ഷത്രിയ ഹസ്തങ്ങൾക്കോ ശക്തി കൂടുതൽ, അതോ മഹർഷി പുത്രന്മാരുടെ മനസ്സിനോ ശക്തി കൂടുതൽ? ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഇങ്ങനെ ശപിച്ചത്. ശാപം കഴിഞ്ഞു, ഇനി അച്ഛൻ്റെ അടുക്കിലേക്ക് പോകണമല്ലോ. ഓടി കതച്ച് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അച്ഛൻ എണീറ്റ് നോക്കുമ്പോൾ കഴുത്തിലൊരു പാമ്പുണ്ട്. എന്തോ ഒരു ഭാരം തോന്നി. ചെത്ത പാമ്പാ, ശരി, ഒന്നും ചെയ്യണ്ട, അതിനെടുത്ത് അങ്ങോട്ട് മാറ്റി. കഴിഞ്ഞു ആ സംഭവം, വേറെ ഒന്നുമില്ല. കഴുത്തിൽ ആരിട്ടോ എന്തോ എങ്ങനെ വന്നു എന്നുള്ളത് ഇരിക്കട്ടെ, അത് അറിയില്ല, കണ്ടിട്ടില്ല നമ്മൾ. അതെടുത്ത് മാറ്റിയതോടു കൂടി അത് കഴിഞ്ഞു. മോൻ അവിടെ വന്ന് ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രാരംഭമാണ് സ്വാമിജി പറയുന്നത്. സ്വാമി പറയണത് അതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ ശ്രീമദ് ഭാഗവതം? അത് ആർക്ക് പറഞ്ഞു കൊടുത്തു? എന്തിനു പറഞ്ഞു കൊടുത്തു? അതിനുള്ള സന്ദർഭവും പ്രസക്തിയും എന്ത്? നമ്മെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? ആ കുട്ടിയോട് അച്ഛൻ പറഞ്ഞത് കേൾക്കണം. എനിക്ക് ഈ വരികളൊക്കെ എന്തുമാത്രം, ഞാൻ എപ്പോഴും പറയും, അമാവാസി ദിവസം ഒരു 100 പൂർണ്ണചന്ദ്രന്മാർ ആകാശത്തിൽ ഉദിച്ചാൽ എങ്ങനെയാകുമോ ആ മാതിരി ഒരു പ്രതികരണമാണ് ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. നിശമ്യ ശബ്ദം അതദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദത് അഹോബതാം ഹോ മഹദജ്ഞതേ കൃതം അൽപീയസി ദ്രോഹ ഉരുർദമോ ധൃത. എന്ത് സന്ദർഭത്തിൽ എന്ത് കാര്യം എങ്ങനെ വിവരിക്കണോ അതിനൊക്കെയുള്ള പദങ്ങളും ഭംഗിയും നമ്മുടെ കർത്താക്കന്മാരുടെ കയ്യിലുണ്ട്. നിശമ്യ ശബ്ദം അതദർഹം നരേന്ദ്രം. അച്ഛാ ഞാൻ ഇങ്ങനെ ചെയ്തു, അച്ഛൻ്റെ കഴുത്തിൽ ചെത്ത പാമ്പിനെ കൊണ്ടിട്ടു എന്നങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, കോപം വന്നു, സഹിച്ചില്ല. ഞാൻ നദിയിലിറങ്ങി കയ്യിൽ വെള്ളം എടുത്തിട്ട് ഒറ്റ ശാപം ശപിച്ചു.
7-ാം ദിവസം കണ്ടോളൂ, ആ മനുഷ്യൻ സർപ്പം കടിച്ചു മരിക്കുന്നു. അയ്യോ! നിശമ്യ അത് കേട്ടിട്ട് ശബ്ദം, നീ ശപിച്ചു എൻ്റെ പൊന്നുമോനെ. അതദർഹം നരേന്ദ്രം. ഒരു രാജാവായിരുന്നു വന്നത്. ആ രാജാവിനെ നീ ശപിച്ചു എങ്ങനെ 7-ാം ദിവസം മരിക്കാൻ? ആ രാജാവ് സിംഹാസനത്തിലിരുന്ന് എല്ലാവർക്കും സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിച്ച് അതാത് തൊഴിൽ കൊണ്ടു നടത്താനുള്ള ഭദ്രമായ അന്തരീക്ഷം ഉറപ്പുവരുത്തി പ്രദാനം ചെയ്യുന്ന ആളാണ് രാജാവ്. ജനങ്ങളുടെ എല്ലാവരുടെയും അച്ഛൻ്റെ സ്ഥാനമാണ്. അങ്ങനെയുള്ള നരേന്ദ്രനെ നീ 7-ാം ദിവസം സർപ്പം വന്ന് കടിച്ച് മരിക്കണം എന്ന് ശപിച്ചുവോ? സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദത്. തൻ്റെ പൊന്നു കുട്ടിയെ അഭിനന്ദിച്ചില്ല. എൻ്റെ മാതാപിതാക്കളാകാൻ പോകുന്നവരെ അസ്സലായിട്ട് മനസ്സിലാക്കിക്കോളൂ. അവനവൻ്റെ പുത്രൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ മുൻപിൽ കണ്ണടക്കിയല്ല വേണ്ടത്. അത് തെറ്റാണെന്ന് അവൻ്റെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ അവനോട് ദേഷ്യപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. ദേഷ്യപ്പെടാതെ ഉദ്ബോധിപ്പിക്കുകയാണ് ആവശ്യം. ചെറുപ്പകാലം മുതൽക്ക് അവർക്കുള്ള ഉപദേശങ്ങൾ നൽകാനുള്ള ഭാണ്ഡാരം നിധി നിങ്ങളുടെ കയ്യിൽ വേണം. വെറുതെ ഓടിച്ചെന്ന് നിങ്ങൾ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ ഏതാണ്ട് 2 കൊല്ലത്തിനുള്ളിൽ ഒരു കുട്ടി ജനിക്കുന്നുള്ളത് തീർച്ചയാണ്. ആ ജനിക്കുന്ന കുട്ടിയെ വളർത്താനുള്ള ഒരു പാകം, ഒരറിവ്, വിവേകം, വിശേഷബുദ്ധി, ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനും ഗ്രഹിപ്പിക്കാനുമുള്ള അറിവ് അതുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇക്കാലത്ത് വേണ്ട പുസ്തകങ്ങളുണ്ടല്ലോ, എല്ലാം വായിച്ച് മനസ്സിലാക്കും. കുട്ടിയുടെ ശരീരം നോക്കാൻ നിങ്ങൾ ഭക്ഷണം കൊടുക്കും, പാല് കൊടുക്കും, പലതും മേടിച്ചു കൊടുക്കും, വൈറ്റമിൻസും ഫീഡ് ചെയ്യും, ഡോക്ടറെ അടുത്തും കൊണ്ടുപോകും. അതൊക്കെ ശരീരത്തിനുള്ളതേ ആയുള്ളൂ. ശരീരം ജഡമാണ്. അത് ദ്രവ്യവും ഊർജവും മാത്രമുള്ള ഒരു സംഘാതമാണ്. ആ ശരീരാംഗങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. മനസ്സിന് ദിശ നൽകുന്നത് ബുദ്ധിയാണ്. ആ മനസ്സിനെയും ബുദ്ധിയെയും പോഷിപ്പിച്ച് ചേതനാത്മകമായി വിവേകസ്പന്ദിതമാക്കി നിർത്താൻ നിങ്ങൾക്ക് അച്ഛൻ, അമ്മ എന്നുള്ള നിലയ്ക്ക് കുട്ടിക്ക് എന്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഭൂമാനന്ദ സ്വാമിക്ക് ചോദിക്കാനുള്ളത്. അത് ഓതിത്തരണു ഇതാ ശ്രീമദ് ഭാഗവതം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. എന്താണ് ഇതിനർത്ഥം? നിശമ്യ ശബ്ദം അതദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദത് അഹോബതാം ഹോ മഹദജ്ഞതേ കൃതം. അയ്യോ എൻ്റെ പൊന്നുമോനെ, നീ അറിവില്ലാത്തത് കൊണ്ട് വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. പരീക്ഷത്തിൻ്റെ തെറ്റ് മറക്കാം, പൊറുക്കാം. പക്ഷെ നീ ചെയ്ത തെറ്റിന് എന്താണ് മാപ്പ് എനിക്ക് മനസ്സിലാവണില്ല. അൽപീയസിദ്രോഹ ഉരുർദമോ ധൃത. ചെറിയൊരു തെറ്റ്. എന്താ ആള് ചെയ്തത്? ചെത്ത് കിടക്കണ ഒരു പാമ്പ് എൻ്റെ കഴുത്തിൽ കൊണ്ടിട്ടു. ഞാനും ആ ആളും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ഇവിടെ. നിനക്കതിലെന്തു വന്നു? ആ ആള് പോയി, ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്തോ തൂങ്ങണു, എടുത്തങ്ങോട്ട് മാറ്റി. കഴിഞ്ഞില്ലേ ആ കാര്യം? അതിന് ശപിക്കണ ചോദ്യം എവിടെ വരണു? ചെറിയ ഒരു തെറ്റിന് ഇത്ര വലിയ ശാപമോ? എന്താ നിന്റെ ശാപം? ആ ആൾക്ക് തെറ്റ് പറഞ്ഞ ഒരു മാപ്പ് ചോദിക്കാനുള്ള സമയവും കൂടി നീ കൊടുത്തില്ലല്ലോ. 7-ാം ദിവസം മരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? നീ ആള് മരിക്കണല്ലോ. ഇത്രയ്ക്ക് വലിയ ഒരു തെറ്റ് ചെയ്യേ. എന്താ അത്? ആരാണ് ഇവിടെ തെറ്റുകാരൻ? പരീക്ഷിത്ത് ചെയ്ത തെറ്റും നീ കൊടുത്തിട്ടുള്ള പാപവും ശാപവും കൂടി നോക്കിയാൽ എനിക്ക് തോന്നുന്നു നീയാണ് ഉഗ്ര തെറ്റുകാരൻ. അഹോബതാം ഹോ മഹദജ്ഞതേ കൃതം അൽപീയസിദ്രോഹ ഉരുർദമോ ധൃത. കേട്ടോളൂ ആ മഹർഷി പുത്രനോട് പറയുന്നത്. തിരസ്കൃതാ വിപ്രലബ്ധാ ശബ്ദാ ക്ഷിപ്താ ഹതാഭിവ നാസ്യ തത് പ്രതികുർവന്തി തദ്ഭക്താ പ്രഭവോഭിഹി. നീ ആരാ എൻ്റെ പൊന്നുമോനെ? ഞാനൊരു തപസ്വിയാണ്, മഹർഷിയാണ്. ഈ നഗരത്തിലും ഗ്രാമത്തിലുമുള്ള വാസമെല്ലാം പിടിക്കാതെ ഞാൻ വിട്ടുകളഞ്ഞ് എല്ലാവരിൽ നിന്നും ഒതുങ്ങി ഒറ്റയ്ക്ക് ഏകാഗിയായി ഇവിടെ ഞാൻ കഴിഞ്ഞുകൂടുകയാണ്. ആ എൻ്റെ പുത്രനാണ് നീ. അപ്പം നിനക്കും എനിക്കും കൂടിയിട്ടൊരു ബന്ധമില്ലേ?
നീ ആരെ കണ്ടുപഠിക്കണം? നിന്റെ അച്ഛനെ കണ്ടുപഠിക്കണം. അച്ഛൻ ആരാ? ദാ ഇങ്ങനെ തപസ് ചെയ്ത് കഴിഞ്ഞുകൂടുന്നവനാ. ആ തപസ്സുകളുടെ ഒരു സംസ്കാരം, അവരുടെ ഒരു വീക്ഷണം, അവരുടെ ഒരു മിതത്വം ഒന്ന് വേറെയാണ് എൻ്റെ പൊന്നുമോനെ. തിരസ്കൃത വിപ്രലബ്ധ, ജനങ്ങൾ തിരസ്കരിച്ചു, അവർ വഞ്ചിച്ചു, അവർ ശപിച്ചു. ക്ഷിപ്ത ഹതാഭിവ, പലതരത്തിലും ഉപദ്രവിച്ചു, കൊല്ലാൻ വരെ നോക്കി, അല്ലെങ്കിൽ കൊന്നു. ഇങ്ങനെ എന്ത് ചെയ്താലും നാസ്യ തത് പ്രതികുർവന്തി തദ്ഭക്താഹ പ്രഭവോഭി, അവരുടെ കയ്യിൽ ശാപശക്തിയുണ്ട്. അവർക്ക് എത്ര വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ എന്തും നേരിടാനും ഉപയോഗിക്കാനും ശക്തി ഉണ്ട്, ശക്തിമത്താണ് അവർ എന്നുണ്ടെങ്കിലും നാസ്യ തത് പ്രതികുർവന്തി, അവർക്ക് പ്രതികാര മനസ്ഥിതി ഇല്ല എൻ്റെ പൊന്നുമോനെ. പ്രതികാരം ചെയ്യുക എന്നൊരു ഭാവേ അവർക്കില്ല. തദ്ഭക്താഹ, ഈശ്വരൻ്റെ ഭക്തന്മാരാണ് അവർ. അവർ ഉപാസിക്കുന്ന, ആരാധിക്കുന്ന, ധ്യാനിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, ആ ഈശ്വരൻ എല്ലാവരിലുമുണ്ട്, ഈ ഉപദ്രവിക്കുന്നവരിലുമുണ്ട്. ഉപകാരം ചെയ്യുന്നവരിൽ മാത്രമല്ല, എല്ലായിടത്തും എല്ലാവരിലും ഒരുപോലെ വിരാജമാനനായ ഈശ്വരനുണ്ടല്ലോ, ആ ഈശ്വരൻ്റെ ഭക്തന്മാരാണ് അവർ. അപ്പം ഈശ്വരഭക്തി ഉള്ളിടത്തോളം കാലം ഈശ്വര സന്താനങ്ങളോട് വെറുപ്പ് എപ്പോഴെങ്കിലും അവരുടെ മനസ്സിലുണ്ടാവുമോ? ഇതി പുത്രകൃതാഖേന സോനുതപ്തോ മഹാമുനി സ്വയം വിപ്രകൃതോ ചാജ്ഞ നൈവാഘം തദചിന്തയത്. ഇത് പുത്രകൃതാഖേന, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തൻ്റെ മകൻ ചെയ്ത പാപത്തെക്കുറിച്ച് ആലോചിച്ച് സോനുതപ്തോ മഹാമുനി, പാമ്പിനെ കഴുത്തിൽ കൊണ്ട് ഇട്ടവനെ കുറിച്ച് ഒരു ചിന്തയും ആ മഹർഷിയുടെ മനസ്സിലുണ്ടായില്ല. തൻ്റെ മകൻ ഇങ്ങനെ അന്യായം ചെയ്തുവല്ലോ എന്നുള്ള മനസ്താപമായിരുന്നു മുനിയുടെ മനസ്സിൽ. സ്വയം വിപ്രകൃതോ രാജ്ഞ, രാജാവിനാൽ താൻ ഉപദ്രവിക്കപ്പെട്ടാലും നൈവാഘം തദചിന്തയത്, രാജാവിൻ്റെ പ്രവൃത്തിയെ ഒരു പാപമായി അദ്ദേഹം കണ്ടില്ല. എന്താണ് ഈ ശ്രീമദ് ഭാഗവതം? ഇതാണ് തത്വമൂല്യ സിദ്ധാന്തങ്ങൾ. ജീവിക്കുന്നതിന്, സംസാരിക്കുന്നതിന്, പ്രവർത്തിക്കുന്നതിന്, ലോകവുമായി വ്യവഹരിക്കുന്നതിന്, എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരെയും സംബന്ധിച്ചും എന്തെല്ലാം നാം ധർമ്മരൂപത്തിൽ, നിയന്ത്രണ രൂപത്തിൽ, അനുഷ്ഠാന രൂപത്തിൽ അനുസരിക്കണമോ അത് ഓതിത്തരുന്നതാണിത്. ഇതാണ് പാറലിക്കാട്ടുകാർ പറഞ്ഞത്. വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ എന്തെല്ലാം തത്വങ്ങളോ മൂല്യങ്ങളോ സിദ്ധാന്തങ്ങളോ ആണ് ജനങ്ങൾ അറിയണം എന്ന് വിചാരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, ആവിഷ്കരിച്ചിരിക്കുന്നത്, അത് ഞങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഈ സപ്താഹമല്ലാത്തൊരു ചട്ടക്കൂട്ട് സ്വാമിമാരെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഏർപ്പെടുത്തി ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കിക്കോളൂ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കമാണത്. തുടക്കം പരീക്ഷത്തിൻ്റെ അവിടേക്ക് നമ്മൾ വരാൻ പോണേ ഉള്ളൂ. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി ന ഹൃഷ്യന്തി യഥാ ആത്മാ അഗുണാശ്രയഃ. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണിത്. നാം പരീക്ഷിത്തല്ല, ഒരു പക്ഷേ നമ്മളാരും മഹർഷിമാരുമല്ല. എൻ്റെ കാര്യത്തിൽ ചേർക്കരുത് കേട്ടോ, നിങ്ങളാരും പെട്ടെന്ന് മഹർഷിമാരല്ല. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ. സാധാരണ സാധവ, നല്ല മനുഷ്യരുണ്ടല്ലോ, നല്ല മനുഷ്യർ, പരൈഹി ദ്വന്ദ്വേഷു യോജിതാഃ, ബാക്കിയുള്ളവർ നമ്മളെ ദ്വന്ദ്വങ്ങളിൽ കൊണ്ട് ചാടിച്ചാലും ന വ്യഥന്തി, അവർക്ക് വ്യഥയേൽക്കില്ല, ന ഹൃഷ്യന്തി, അവർ സന്തോഷിക്കൂല. ഒരാൾ വന്ന് കുറെ സ്തുതിച്ചു, ഒരാൾ ഇത്തിരി ദേഷ്യപ്പെട്ടു, ഇത് രണ്ടുമില്ല. യഥ ആത്മാ അഗുണാശ്രയ. എന്താ അങ്ങനെ? അവർ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും പരമാത്മാവിനെയാണ്. അവർ ഞാൻ എന്ന് പറയുന്നത് ദേഹത്തെയല്ല, മനസ്സിനെയല്ല, ബുദ്ധിയല്ല, അഹങ്കാരത്തെയല്ല. അതൊക്കെ എൻ്റെയാണ്. എൻ്റെ ദേഹം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കാറ്, എൻ്റെ ഉദ്യോഗം, എൻ്റെ പണം ഒക്കെ എൻ്റെയാണ്. ഞാനവിടെ വേറെ നിൽക്കുന്നു. ആ ഞാൻ എന്ന് പറയുന്നത് എന്തിനെയാ? പരമാത്മാവിനെയാണ്. ആത്മാ അഗുണാശ്രയ.
ആ ആത്മാ ഗുണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാ. ഈ ലോകം മുഴുവനും ത്രിഗുണങ്ങളുടെ സൃഷ്ടിയാണ്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ ചേർന്ന് ഉണ്ടായതാണ് ലോകം മുഴുവനും. ഓരോ വ്യക്തിയും ഈ ഗുണത്തിൻ്റെ സൃഷ്ടിവിശേഷമാണ്. എന്നാലോ യഥാ ആത്മാ അഗുണാശ്രയ, അവർ ധ്യാനിക്കുന്നതും ഉപാസിക്കുന്നതും കേൾക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും ഗുണങ്ങളിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്ന ആത്മതത്വത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സാധാരണക്കാരുടെ പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ലതാനും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. നീ ശപിച്ചതുപോലെ 7-ാം ദിവസം വരും. അന്നേ ദിവസം എൻ്റെ കഴുത്തിൽ ചെത്ത പാമ്പിനെ എടുത്തിട്ടവൻ പാമ്പ് കടിച്ച് മരിക്കും. ഇത് നീയും ഞാനും കാണാൻ പോകുന്നുണ്ട്. എന്തായിരിക്കും നിന്റെ മനസ്സിൽ നിന്ന് നീ ആലോചിക്കുക? ഒരു പക്ഷേ ഇത് ചെയ്തവന് വലിയ ഒരു പശ്ചാത്താപമുണ്ടായി എന്ന് വരാം. നിനക്കോ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപത്തിന് ഒരു പ്രസക്തിയുണ്ട്. നിന്റെ പശ്ചാത്താപം എവിടെ കൊണ്ടെത്തിക്കും ആലോചിച്ച് നോക്കൂന്ന്. ആ കുട്ടിയെ ഇങ്ങനെയാണ് ഉപദേശിച്ചത്. കുട്ടികളുടെ ഭാഷയിൽ നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കാൻ പഠിക്കൂ. പറഞ്ഞു കൊടുക്കേണ്ടത് ഒരേ ഒരു കാര്യം തന്നെയാണ്. മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും ഒരേപോലെയാണ് തത്വമൂല്യം. പൊളി പറയരുത്. ഇതാ ചെറിയ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ, അതോ മുത്തശ്ശനും മുതുമുത്തശ്ശനും ഉണ്ടോ? പൊളി പറയരുത്. പെട്ടെന്ന് ക്ഷോഭിക്കരുത്. ക്ഷോഭത്തിൽ ഒന്നും ചെയ്തു പോകരുത്. അതീവ സ്നേഹം കൊണ്ടോ അതീവ വെറുപ്പ് കൊണ്ടോ അതീവ ഭയം കൊണ്ടോ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. സർവത്ര വർജ്യത. ക്രമത്തിലധികം അമിതം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നാം ഉപേക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയായ ഉപദേശം. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി ന ഹൃഷ്യന്തി യഥാത്മാ അഗുണാശ്രയഃ. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ നിലപാടെന്താണ്? സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമായി ഒരു വിധത്തിലുള്ള വികാരഭേദമോ പ്രകാരഭേദമോ ഇല്ലാതെ സദാ പരിലസിക്കുന്ന ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കണം, സാക്ഷാത്കരിപ്പിക്കണം എല്ലാവരെ കൊണ്ടും. ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്ന സത്യം ദൂരെയല്ല, ഭാവനാത്മകമല്ല. അത് നിങ്ങളെല്ലാവരും പറയുന്നതും സൂചിപ്പിക്കുന്നതുമായ ഞാൻ എന്ന ശബ്ദം കൊണ്ട് കുറിക്കുന്ന അന്തരാത്മാവാണ്, സാന്നിധ്യമാണ്. അതിനെപ്പറ്റി സംശയിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള പരിശ്രമമാണ് നമുക്ക് ആവശ്യം. ആ പരിശ്രമം കൂടിയേ തീരൂ. അത് വൈകിക്കരുത്. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പരീക്ഷത്തിനെ കൊണ്ട് ചെയ്യിച്ച് ആ മരണത്തെ കീഴടക്കാൻ സാധിച്ചത് എങ്ങനെയോ അതുപോലെ പ്രപഞ്ചത്തിലുള്ള താപത്രയത്തെയും കവച്ചു വയ്ക്കാനായിട്ടുള്ള ആത്മബലവും ആത്മശക്തിയും ആത്മജ്ഞാനവും നിങ്ങൾക്കുണ്ടാക്കി തരുന്നതാണ് ശ്രീമദ് ഭാഗവതം. പരീക്ഷിത്തും ശുകമുനിയുമാണ് അതിന് ദൃഷ്ടാന്തം. പ്രായശസാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി ന ഹൃഷ്യന്തി യഥാത്മാ അഗുണാശ്രയഃ. 1-ാം സ്കന്ധത്തിൽ 18-ാം അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകമാണിത്. ഇവിടുന്നാണ് ഈ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന്. ഞാൻ നിർത്തട്ടെ. ഞാനൊരു ശ്ലോകം ചെല്ലാം. സ്തുതി പരമാത്മസൂചകമാണത്. ശ്രീരാമന് വസിഷ്ഠൻ ഉപദേശിച്ചതിൽ നിന്ന് എടുത്തതാണ്, യോഗവാസിഷ്ഠ രാമായണത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് നമുക്കൊരു ഓങ്കാരം ജപിച്ച് നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കണ്ണടച്ചിരിക്കൂ, എൻ്റെ കൂടെ ജപിക്കുക. ആ ജപം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറയുണ്ടായി.
നിങ്ങളുടെ മനസ്സ് വികസിച്ച് ആഗോള വ്യാപകമാകട്ടെ. ഈ കൂട്ടധ്വനി ഭൂമണ്ഡലം മുഴുവനും വ്യാപിക്കണം. എല്ലാവർക്കും അനുഗ്രഹകരമാകണം. ഹരി ഹരി. ഓ ഹരി ഹരി. ഓം തത്സത്. ജയ ഗുരു.